ഒരു അർദ്ധരാത്രി സമയത്ത് ഈ സാമൂഹ്യ വിരുദ്ധർ ഏകദേശം 60ഓളം ഗുണ്ടകൾ ഞങ്ങളുടെ കട ആക്രമിക്കുകയും എൻ്റെ സഹോദരനെയും എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിന്റെയും വായിൽ തുണി കുത്തിക്കയറ്റി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും പ്ലാസ്റ്റിക് കയറുകൊണ്ട് വരിഞ്ഞു മുറിക്കുകയും പിതാവിനെ നടു റോഡിൽ ടാറിട്ട റോഡിൽ കൊണ്ടിടുകയും ചെയ്തു. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി രാധാമണി സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ രാധാമണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്റർ ജി. എൻ്റെ പേര് രാധാമണി ഗോപിനാഥൻ എന്നാണ്. ഹസ്ബൻഡിന്റെ പേര് MC അജീഷ്. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ബ്ലസ്സി അജീഷ്, മകൻ ഡാനി അജീഷ്. ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ 6 പേരടങ്ങുന്ന കുടുംബമാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ മാതാവിന്റെ അനിയത്തിയോടും ഒപ്പം ഞങ്ങൾ 6 പേർ ഡൽഹിയിൽ ദിഷാദ് കാലനി എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ ആയിരിക്കും. എൻ്റെ സ്വദേശം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ജോൺ മൺട്രോയുടെ പേരിന് അടിസ്ഥാനപ്പെടുത്തി മൺട്രോ തുരുത്ത് എന്ന പേര് ഞങ്ങളുടെ ഗ്രാമത്തിന് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. 1988 ആ കാലഘട്ടങ്ങളിലൊക്കെ ജോൺ മൺട്രോ എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ, അന്ന് തിരുവിതാംകൂറിലെ ദിവാനായിരിക്കുന്ന ആ വ്യക്തി ഞങ്ങളുടെ ഗ്രാമത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമം നല്ലൊരു അറിയപ്പെടുന്ന ദേശമായി മാറുവാൻ ഇടയായി തീർന്നു. മൺട്രോത്തുരുത്ത് പഞ്ചായത്തില് മട്ടലിപുത്തൻ വീട്ടിൽ ഗോപിനാഥന്റെയും ശ്രീമതി രത്നമ്മയുടെയും 8 മക്കളിൽ ഏറ്റവും ഇളയ മകളായി ജനിക്കുവാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എനിക്ക് 5 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ട്. ഒരു സഹോദരൻ ഇപ്പോൾ കർത്തൃസന്നിധിയില് നിത്യതയിലായിരിക്കുന്നു. എൻ്റെ പിതാവ് മാതാവും കർത്തൃസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് ഈ അരോമ ടിവിയില് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തൃദാസൻ ഡാനിയൽ ജോൺ അവർകളും തന്റെ കുടുംബത്തിനും അരോമ TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതിലെല്ലാം ഉപരി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, നിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന കർത്താവിന്റെ ഒരു വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 1:8 ആ വചനം പലപ്പോഴും ഞാൻ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഞാൻ ഓർക്കും, എനിക്ക് എങ്ങനെ കർത്താവിന്റെ ആ വാഗ്ദത്ത പ്രകാരം ലോകത്തിന്റെ 5 വൻകരകളിൽ ഒരു സാക്ഷിയായി തീരാൻ കഴിയും എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത്, ഈ ഒരു ദിവസം 2025 കർത്താവ് ഇങ്ങനെ ഒരു അവസരം അരോമ ടിവിയിലൂടെ കർത്തൃദാസനിലൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിസി ജിജിമോനിലൂടെ ദൈവം എനിക്ക് ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇത് ലോകത്തിന്റെ 5 വൻകരകളിലും ഈ ശബ്ദം എത്തപ്പെടുമെന്നുള്ളത് അരോമ ടിവിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് രാധാമണി എന്നാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തില് ഏറ്റവും ഇളയ സന്തതിയെ ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പിതാവ്
ഞാൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങളെല്ലാം അതിനകത്ത് ഭാഗവക്കാവുകയും വളരെ സമൃദ്ധിയായ, ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു ഭവനത്തിലാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. എന്നാൽ എൻ്റെ പിതാവ് ഒരു ഹിന്ദു വിശ്വാസത്തിലായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം കല്ലിനെയും മണ്ണിനെയും ഒന്നും ആരാധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ജാതി, മത, വർണ്ണ വ്യത്യാസം എന്നെ മനുഷ്യരായി കണ്ട് സ്നേഹിക്കുന്ന ഒരു പിതാവായിരുന്നു. അതുകൊണ്ട് വിഗ്രഹങ്ങളെ പുള്ളി ആരാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും എൻ്റെ മാതാവിനോ ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കോ അമ്പലങ്ങളിൽ പിതാവിന്റെ അനുവാദത്തോടെ കടന്നു പോകാനായിട്ട് സാധ്യമല്ലായിരുന്നു. എങ്കിൽ തന്നെയും എൻ്റെ സഹോദരിമാർ അടുത്തുള്ള കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളൊക്കെ പോകുക പതിവായിരുന്നു, പിതാവ് അറിയാതെ. അങ്ങനെ വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ഭവനം ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാന്യമായ രീതിയിൽ ആ വിവാഹം ആ കാലയളവിൽ നടത്തുവാനായിട്ട് സഹായിച്ചു. ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് ഏകദേശം എന്നെക്കാളും 13 വയസ്സിനോളം മൂത്തതാണ് എൻ്റെ മൂത്ത സഹോദരി. അതുകൊണ്ട് ഞാൻ ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തില് ഒരു ദുരന്തം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ബൈബിളുമായി നമ്മളത് താരതമ്യപ്പെടുത്തിയാൽ ദാവീദ് പറയുന്നത് പോലെ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് പറയത്തക്ക വിധത്തിൽ ഞങ്ങൾക്ക് ആ കഷ്ടത കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ അറിയുകയോ എൻ്റെ കുടുംബം നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്നേഹപിതാവായ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെയൊരു സാഹചര്യം ഞങ്ങളുടെ ഭവനത്തിൽ ഒരുക്കിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു സാഹചര്യത്തെ ഒരുക്കിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 1988 നമ്മളേവരും പേര് കേട്ട ഒരു പെരുമൺ ദുരന്തമുണ്ട്, മൺട്രോത്തുരുത്ത് ട്രെയിൻ അപകടം. ആ 88 ജൂലൈ മാസത്തില് 3-ാം തീയതി, ജൂലൈ 7-ാം തീയതിയാണ് പെരുമൺ ദുരന്തം നടക്കുന്നത്. എന്നാൽ അതിനു മുന്നേ ജൂലൈ 3-ാം തീയതി ചില സാമൂഹ്യ വിരുദ്ധർ ഞങ്ങളുടെ കട അർദ്ധരാത്രിയില് അവര് കടന്നു വരികയും ആക്രമിക്കുകയും ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതിനുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വില്ലിമംഗലം വാർഡില് ഒരു പുറമ്പോക്ക്, സർക്കാരിന്റെ പുറമ്പോക്ക് വസ്തുവിനകത്തായിരുന്നു ഞങ്ങളുടെ ആ കട നിലനിന്നിരുന്നത്. ഞങ്ങളുടെ മൺട്രോത്തുരുത്തിനെയും ചുറ്റുമല കിഴക്കേക്കല്ലടുമായി ബന്ധിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു പാലം കല്ലടയാറിന് കുറുകെ അവിടെ പണിഞ്ഞു. അങ്ങനെയായിരുന്നു ഗതാഗത സൗകര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ, അവർക്ക് ഞങ്ങളോട് വല്ലാത്ത രീതിയിൽ അസൂയ തോന്നുകയും അവര് ചില കൂട്ടുകെട്ടുകൾ, ചില രാഷ്ട്രീയ സാമൂഹ്യ ദ്രോഹികളായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഉടലെടുത്ത ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അത്. അവരുടെ ഗൂഢാലോചനകൾ ഞങ്ങൾ അറിയാതെ ഒരു ദിവസം രാത്രിയിൽ അവർ ഞങ്ങളുടെ ആ റോഡ് ബ്ലോക്ക് ചെയ്യുകയും ഇലക്ട്രിസിറ്റിയിലുള്ള കണക്ഷൻ പോസ്റ്റിൽ നിന്ന് വിച്ഛേദിച്ച് അർദ്ധരാത്രി സമയത്ത് എൻ്റെ മാതാവും എൻ്റെ 5ാമത്തെയാണ് സഹോദരനും എൻ്റെ പിതാവും ഇന്നും രാത്രിയിൽ കടയിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടുകിടക്കുവാൻ കടന്നു വരുന്നത് എൻ്റെ മാതാവിന്റെ അച്ഛനായിരുന്നു. ഞങ്ങൾക്ക് കൂട്ടുകിടക്കുവാനായിട്ട് കടന്നു വരുന്നത്. ഞങ്ങളുടെ അമ്മയുടെ കുടുംബ വീട് കല്ലടയാറിന് അപ്പുറത്തായിരുന്നു. ഞങ്ങളുടെ വീട് ഇക്കരയും അമ്മയുടെ വീട് അക്കരയുമായിരുന്നു. അപ്പോൾ എന്നും വൈകിട്ട് ഞങ്ങൾ അച്ചാച്ചൻ എന്ന് വിളിക്കും. ഞങ്ങളുടെ അമ്മയുടെ പിതാവ് രാഘവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് കൂട്ടുകിടക്കുവാൻ കടന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അർദ്ധരാത്രി സമയത്ത് ഈ സാമൂഹ്യ വിരുദ്ധർ ഏകദേശം 60ഓളം ഗുണ്ടകൾ ഞങ്ങളുടെ കട ആക്രമിക്കുകയും എൻ്റെ സഹോദരനെയും എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിന്റെയും വായിൽ തുണി കുത്തിക്കയറ്റി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും പ്ലാസ്റ്റിക് കയറുകൊണ്ട് വരിഞ്ഞു മുറിക്കുകയും പിതാവിനെ ടാറിട്ട റോഡിൽ കൊണ്ടിടുകയും ചെയ്തു. എന്നാൽ എൻ്റെ മാതാവിനെയും എൻ്റെ സഹോദരനെയും അടുത്ത് കിടത്തുകയും താഴെ അനേക
ജനങ്ങൾ താമസമുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മുന്നേ അവരവിടെ കടന്നുപോയി താഴെ താമസിക്കുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആരും ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചു പോയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ കൃത്രിമത്തിന് ആസൂത്രണം ചെയ്യുകയും അത് തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ മാതാവിനെയും സഹോദരനെയും എൻ്റെ പിതാവിനെയും വളരെ അവര് മൃഗീയമായി ഉപദ്രവിക്കുകയും എൻ്റെ പിതാവിന്റെ കയ്യില് വാളുകൊണ്ട് വെട്ടുകയും നെഞ്ചത്ത് ഷൂ കൊണ്ട് ആഞ്ഞ് ചവിട്ടുകയും അങ്ങനെ വളരെ അധികം അവരെ ഉപദ്രവിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് കട്ട വെച്ച് ഭിത്തി മുഴുവനും കെട്ടിയതും ഓല മേഞ്ഞതുമായ ഒരു 2 മുറികളുള്ള ഒരു ഹോട്ടലായിരുന്നു. അന്ന് ആ സമയത്ത് വളരെ നന്നായ രീതിയിൽ അവിടെ കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. ബസ്സുകാരും ലോറിക്കാരും അതുപോലെ അനേക മത്സ്യബന്ധനക്കാരും ഒക്കെ അവിടെ കടന്നു വന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യവസായമായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രാത്രിയിൽ അവർ കടന്നു വന്ന് അവരെ ഉപദ്രവിച്ച് ഏകദേശം കട നന്നായിട്ട് അവര് ഇഷ്ടികയെല്ലാം ഇടിച്ച് അതിലെ ഗ്രൈൻഡറുകള് സാധനങ്ങൾ മുഴുവനും കല്ലടയാറ്റിൽ കൊണ്ട് ഡെസ്ക് ബെഞ്ച് സർവ്വതും അവരെ കൊണ്ട് കളയുകയും അങ്ങനെ അവർ അതിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ ഏകദേശം 3 മണിയോളമായി എൻ്റെ സഹോദരന് പെട്ടെന്ന് ബോധം തെളിയുകയും എൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മ അല്പം എൻ്റെ അടുക്കലേക്ക് നീങ്ങിക്കിടക്കാമെങ്കിൽ ഞാൻ ഈ കയറ് കടിച്ചു മുറിക്കാമെന്ന് പറയുകയും അങ്ങനെ എൻ്റെ സഹോദരൻ എൻ്റെ അമ്മയുടെ കയറ് കടിച്ചു പൊട്ടിച്ച് എങ്ങനെയോ ദൈവം ആ സമയത്ത് ഒരുപക്ഷെ അവിടെ ഇറങ്ങി ചെന്നതായിരിക്കാം. എൻ്റെ സഹോദരൻ മാതാവും അവിടെ നിന്ന് ഞങ്ങളുടെ കടയുടെ താഴെയാണെങ്കിൽ അല്പം താഴ്ചയാണ്. ഞങ്ങളുടെ കട മുകളിലായിട്ടാണ്, ഒരു കുന്നിന്റെ ഒരു മുകൾ പോലെയാണ് കാണപ്പെടുന്നത്. എങ്ങനെയോ അവർ രണ്ടുപേരും അവിടുന്ന് എടുത്തു ചാടി രക്ഷപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചു. അങ്ങനെ എൻ്റെ സഹോദരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹം നേരെ ഞങ്ങളുടെ അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെ അകന്ന ബന്ധുക്കളുമായ ഒരു ഭവനത്തിൽ കടന്നേലുകയും അവരെ വിവരം അറിയിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവരെല്ലാവരും ഉണർന്നു വരുമ്പോഴത്തേനും ഈ സാമൂഹ്യ വിരോധികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ടിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ആ സമയത്ത് ആരംഭിച്ച് അവർക്കും ഞങ്ങളോട് ചെറിയ അസൂയ ഉണ്ടായിരുന്നു. അവരുടെ അറിവോടെയും പകൽ സമയത്ത് ഞങ്ങളുടെ കട പൊളിക്കുവാനുള്ള ആയുധങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങളെ നശിപ്പിച്ചാൽ അവരുടെ ഹോട്ടൽ നന്നായിട്ട് നടക്കുമെന്നുള്ള ഒരു ദുരാഗ്രഹം അവരുടെ ഉള്ളില് ദ്രവ്യാഗ്രഹത്തിൻ്റെതായ ഒരു മോഹം ജനിച്ചിട്ടാണ് അവരതിന് കൂട്ടുനിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആ സമയത്ത് എൻ്റെ പിതാവ് ഇഴഞ്ഞു ചെന്ന് ആ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേലക്കാരനോട് അല്പം വെള്ളം ചോദിക്കുകയും അദ്ദേഹം അല്പം വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിടുകയും അവർ ചെയ്തു. എന്നാൽ നാട്ടുകാർ അറിഞ്ഞു. അവർ കടന്നു വന്നു എൻ്റെ പിതാവിനെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഏകദേശം 5 പ്രാവശ്യം അതിൽ നിന്ന് എൻ്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിലാണ് ഞങ്ങൾ വിവാഹം കഴിച്ചു വിട്ടത്. അപ്പോൾ അന്നത്തെ സ്ത്രീധനത്തിന്റെ സമയത്ത് ഏകദേശം 20,000 രൂപയ്ക്ക് ഞങ്ങളുടെ 5 സെന്റ് വസ്തുവും ഞങ്ങൾക്ക് ഒരു ഭവനവും നല്ലൊരു വാർത്ത കെട്ടിടം ആ കാലഘട്ടത്തിൽ അവിടെ പണിതിരുന്നു. അതെന്റെ ചേച്ചിയുടെ പേരില് രേഖ എഴുതി വെക്കുവാനായിട്ടും ഇടയായി തീർന്നു. എനിക്ക് 2 ആൺ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഇളയ സഹോദരൻ ഏകദേശം 7 വയസ്സ് മുതൽ ഒരു മുട്ടുവേദന ആരംഭിക്കുകയും തുടർന്ന് അനേക വർഷങ്ങൾ ചികിത്സിച്ചു. അതിന്റെ ഫലമായി വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വാൽവിന് ചെറിയ ചുരുക്കം എന്ന രോഗമാണെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അന്ന് വ്യവസായം നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ചികിത്സിക്കുവാൻ, ബുദ്ധിമുട്ടില്ലാതെ ചികിത്സിക്കുവാനായിട്ട് എൻ്റെ പിതാവിന് കഴിഞ്ഞു. എന്നാൽ ഈ കടയുടെ ആ ഒരു ദുരനുഭവം ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ വരുമാന മാർഗം നിലച്ചു പോയപ്പോൾ വളരെയധികം പ്രതിസന്ധികള്, പട്ടിണിയില്, ദാരിദ്ര്യത്തില്, ബുദ്ധിമുട്ടില് എൻ്റെ ഭവനം കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് പോയി. ആ സമയത്ത് എൻ്റെ പിതാവിന്റെ ഭവനക്കാര് അതുവരെ ഞങ്ങൾ സഹായിച്ചവരും വളരെയധികം ഒരു വിധത്തിൽ നല്ലപോലെ ജീവിക്കുന്ന പിതാവിന്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കണ്ണടയ്ക്കുകയും ഞങ്ങൾ 6 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട്
ഞങ്ങളെ അവര് ചേർത്ത് നിർത്തുവാൻ ആരും അവരിൽ തയ്യാറായില്ല. എന്നാൽ എന്റെ മാതാവിന്റെ ഭവനത്തിലുള്ള അമ്മയുടെ 3 സഹോദരന്മാർ, 2 സഹോദരിമാരും 2 സഹോദരന്മാരും എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അവര് അന്നന്ന് വേല ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അവരാലാകുന്നോളം അവര് ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. എന്നാൽ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ രോഗിയായ പിതാവും ഏകദേശം 100 രൂപ അന്ന് എന്റെ രോഗിയായിരിക്കുന്ന എന്റെ ഇളയ സഹോദരൻ രാജീവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, രാജീവനും ഡെയിലി ചെലവഴിക്കേണ്ടതായ ഒരു സാഹചര്യം കടന്നു വന്നു. ആഹാരത്തിന് ബുദ്ധിമുട്ടായി, മരുന്നിന് ബുദ്ധിമുട്ടായി, വരുമാനമില്ലാതെയായി. ഈ സംഭവത്തിന് ശേഷം എന്റെ അമ്മ ഷുഗർ പേഷ്യന്റായി. അങ്ങനെ 2 പേരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയവും എന്റെ ചേച്ചിമാര് ഏകദേശം 4 മണിയാവുന്ന സമയത്ത് എന്റെ അമ്മയുടെ പിതാവുമായിട്ട് കടയിൽ കടന്നു പോവുകയും മൂത്ത സഹോദരിമാർ കടന്നു ചെന്നാണ് അന്ന് രാവിലത്തേക്കുള്ള കാപ്പി, ദോശയും കറികളും ഒക്കെ അവരുണ്ടാക്കും. ഉച്ചയ്ക്കുള്ള ഊണിനുള്ളത് വീട്ടിൽ നിന്ന് തന്നെ അതിന്റെ കറിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് എന്റെ സഹോദരിമാർ അതെല്ലാം ചെയ്തതിന് ശേഷമായിരുന്നു അവര് സ്കൂളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ദുരനുഭവം കടന്നു വന്നപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമായി. അന്നത്തെ രാഷ്ട്രീയക്കാർ അതിൽ ഇടപെടുകയും അനുകൂലമായ രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾക്ക് ഒരു ഓല കൊണ്ടുള്ള ഒരു കട അവിടെ വെച്ച് തരികയും അതിന്റെ പേരിൽ കേസ് കാര്യങ്ങള് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ കടയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വളരെ പ്രയാസത്തിലും ഭയത്തിലും ഈ 6 പെൺകുഞ്ഞുങ്ങൾ, അതിൽ ഒരാളെ വിവാഹം കഴിച്ചു, 5 പെൺകുഞ്ഞുങ്ങളും രോഗിയായ ഒരു ആണും ഒക്കെയായിട്ട് ജീവിതം വളരെ ഭയത്തില് എന്റെ പേരൻസും ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി, ഒരുപക്ഷെ നാളെ എന്റെ ഈ മൂത്ത സഹോദരനെ ഇവർ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയന്നിട്ട് എന്റെ അമ്മയുടെ ഇളയ സഹോദരി കൊല്ലം വെങ്കേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സൈരേന്ദ്രി എന്നാണ് എന്റെ കുഞ്ഞമ്മയുടെ പേര്, ആ അപ്പാപ്പനും കുഞ്ഞമ്മയും എന്റെ സഹോദരനെ കൊണ്ടുപോവുകയും അതിലൂടെ എന്റെ സഹോദരന്റെ സ്കൂൾ വിദ്യാഭ്യാസം നിൽക്കുവാനായിട്ടും ഇടയായി തീർന്നു. എന്റെ സഹോദരൻ അവിടെ കടന്നുപോയി. അവരെ ചെറിയ കൂലിപ്പണികൾക്കൊക്കെ കടന്നു പോവുകയും ഓട്ടോ ഡ്രൈവിംഗ് പഠിക്കുകയും അങ്ങനെ 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്ത് ഒരു ഓട്ടോ ഡ്രൈവറായി മാറുകയും ചെയ്തു. അതിന് ഈ സമയങ്ങളിൽ എന്റെ സഹോദരിമാർ, ഞങ്ങളന്ന് കൂലിപ്പണി ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വേറൊന്നും അറിയത്തില്ല. അപ്പോൾ എന്റെ രണ്ടാമത്തെ ചേച്ചിയും 4ാമത്തെ ചേച്ചിയും, എനിക്ക് നേരെ മൂത്തതെന്ന് സ്കൂളിൽ പഠിക്കുന്ന മനോർമണി എന്നാണ് പേര്, സഹോദരിയൊക്കെ കയർ സംഘത്തില് തൊട്ട് തല്ലാനും അതിന്റെ അങ്ങനെയുള്ള പണികൾക്കായിട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ ദേശത്തിന്റെ ഓപ്പോസിറ്റ് കൊടുവള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ യാക്കോബ പള്ളിയുണ്ട്, റീത്ത് പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളിയുണ്ട്. കത്തോലിക്കരായ അനേക സഹോദരങ്ങൾ ഞങ്ങളുടെ ഈ കടയിൽ വന്ന് ആഹാരം കഴിക്കുകയും കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യുകയും ഞങ്ങളുടെ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന ക്രിസ്ത്യാനികളായ അനേക മനുഷ്യരുണ്ടായിരുന്നു. അവര് ഈ സംഭവത്തിന് ശേഷം അവരുടെ ഭവനങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ, അതായത് പാട്ടുപൂജ, പാട്ടുകുർബാനകള്, പുത്തൻ കുർബാനകള്, വിവാഹം, നിശ്ചയം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ പിന്നീട് ഞങ്ങളെ കാറ്ററിങ്ങിന് വേണ്ടി വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ പൊറോട്ട, ഞങ്ങളുടെ നാട്ടിൽ പത്തിരി എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്, എന്നാൽ പൊതുവെ കേരളത്തിൽ അതിന് മൈദ കൊണ്ടുള്ള പൊറോട്ട എന്നറിയപ്പെടും. അങ്ങനെ അതും കറിയും വെച്ച് കൊടുക്കാനായിട്ട് കാറ്ററിംഗിലേക്ക് വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ചിറ്റപ്പനും എന്റെ സഹോദരിമാര് പെൺകുഞ്ഞുങ്ങളായിരിക്കുന്ന എന്റെ ചേച്ചിമാരും ഒരുമിച്ച് രാത്രികളിലും വൈകിട്ടുമൊക്കെ ആ പ്രോഗ്രാമുകള് ഏറ്റെടുത്ത് ഞങ്ങൾ ആ ഓർഡറുകൾ പിടിച്ച് അവരെ ഭവനങ്ങളിൽ കടന്നു ചെന്ന് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കാറ്ററിംഗ് സർവീസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്പമായ കടങ്ങൾ, കാരണം കടയില് നല്ല ഗ്രൈൻഡറുകളും കാര്യങ്ങളും ഒക്കെ ലോൺ എടുത്തായിരുന്നു ആ സമയങ്ങളിൽ സ്ഥാപിച്ചിരുന്നത്. അപ്പൊ അതിൻ്റെതായത് പിന്നെ അച്ഛന്റെ ചികിത്സയിൽ ഉണ്ടായ കടങ്ങൾ, ഇങ്ങനെയൊക്കെ ആ ഒരു വരുമാനത്തിൽ നിന്ന് ഞങ്ങള് നീക്കിക്കൊണ്ടിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 1991 എന്റെ സഹോദരന്റെ രോഗം മൂർച്ഛിക്കുകയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. ആ നിമിഷങ്ങളൊക്കെ അദ്ദേഹത്തിന്
ശ്രീചിത്ര തിരുനാറിലായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ റേഷൻ കാർഡിൽ കച്ചവടം എന്നുള്ളതായ തൊഴിലായതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കെട്ടിവെച്ച് വേണമായിരുന്നു എന്റെ സഹോദരനെ ചികിത്സിക്കുവാന്. അങ്ങനെ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചിട്ട് അദ്ദേഹം നമ്മൾ കിടക്കുന്ന പോലെ കിടന്നുറങ്ങുവാൻ കഴിയാതെ 6 തലയണകൾ വെച്ച് ജസ്റ്റ് ഇരുന്ന് ഈ നെഞ്ചുഭാഗം ഒരു കൂട് പോലെ പൊങ്ങി വന്നിട്ട് ശ്വാസം എടുക്കുന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്റെ സഹോദരൻ അനുഭവപ്പെട്ടു. അങ്ങനെ ഏകദേശം 10-21 ദിവസത്തോളം എന്റെ സഹോദരൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുകയും എന്റെ രണ്ടാമത്തെ സഹോദരി മകളാമണിയാണ് അന്ന് എന്റെ സഹോദരന് വേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കുകയും ഒരുപാട് ദുഃഖങ്ങൾ, ഒരമ്മയുടെ ഒരു അപ്പന്റെ ദുഃഖം അറിഞ്ഞ് ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ഞങ്ങളെ നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്റെ സഹോദരൻ ഡിസ്ചാർജ് ആയി കടന്നു വന്നപ്പോൾ എന്റെ പിതാവിന് അറ്റാക്ക് ഉണ്ടാകുകയും അദ്ദേഹവും ഒരു ദിവസം എന്റെ സഹോദരനെ മെഡിക്കൽ കോളേജിൽ തന്നെ കടന്നു ചെന്ന് കാണുവാൻ പോയ പിതാവിന് അവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടായി അവിടെ തന്നെ അഡ്മിറ്റ് ആകുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 16 ദിവസത്തോളം എന്റെ പിതാവ് അവിടെ അഡ്മിറ്റ് ആകുകയും സൗഖ്യമായി ഭവനത്തിൽ കടന്നു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിയോട് പറഞ്ഞു, മഹിളാമണി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സഹോദരിയോട് പറഞ്ഞു, മോളെ എനിക്ക് മൂത്ത മകളുടെ വീട്ടിൽ ഒന്ന് പോകണം എന്ന് പറയുകയും അങ്ങനെ ചേച്ചിയുമായിട്ട് എന്റെ പിതാവ് മൂത്ത ജ്യേഷ്ഠതയുടെ വീട്ടിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ചവറ തെക്കുംഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ മൂത്ത സഹോദരി അയച്ചിരിക്കുന്നത്. എന്റെ ചേട്ടന്റെ പേര് ഭദ്രൻ എന്നാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെയൊരു ദുരന്തം വിവാഹത്തിന് ശേഷം അധികം നാളായില്ല ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട്, അപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ട്രാജഡി കടന്നു വന്നതെങ്കിലും എന്റെ ചേട്ടൻ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു മൂത്ത സഹോദരനും ഒരു ചേട്ടനും ഒക്കെയായിട്ട് എന്റെ ചേട്ടനായി തീരുവാനിടയായി തീർന്നു. ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ പറയും, അദ്ദേഹം ഞങ്ങളുടെ ചേട്ടനല്ല ചേട്ടച്ചനാണെന്ന് പറയും. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എന്റെ ചേച്ചിയുടെ മക്കളും മൂത്ത മകളും ഞാനും തമ്മിൽ ഏകദേശം 10 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഒരു സ്വന്തം മകളെ പോലെയാണ് എന്റെ ചേട്ടൻ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ 5 അനിയത്തിമാരെയും. അങ്ങനെ അവിടെ കടന്നു ചെന്നു അവിടെയുള്ള അച്ഛന്റെ സുഹൃത്തുക്കളെയൊക്കെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോഴ് ചേട്ടനോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത ആവി ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പുറത്ത് കിടക്കാം, നീ കട്ടിലെടുത്തൊന്ന് പുറത്തിട്ട് തരാനായിട്ട് പറയുവാനിടയിൽ അങ്ങനെ ചേട്ടൻ മുറ്റത്ത് കട്ടിലെടുത്തിട്ട് കൊടുത്തു. വെളുപ്പിനെ ഒരു 5 മണിയായപ്പോൾ അച്ഛന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എന്റെ ചേട്ടനെ വിളിക്കുകയും ചെയ്ത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുമ്പോൾ എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. 1991 മെയ് മാസം 2-ാം തീയതി ആയിരുന്നു അത്. ഇതെങ്ങനെ എന്റെ ഭവനത്തെ, എന്റെ മാതാവിനെ ഞങ്ങളെ അറിയിക്കുമെന്ന് വളരെയധികം എന്റെ സഹോദരങ്ങൾ ഭാരപ്പെട്ടു. എന്നാല് വീട്ടിൽ മരണ വാർത്ത കടന്നു വന്നു. ആൾക്കാരെല്ലാം വീട്ടിൽ കടന്നു വന്ന് അച്ഛന്റെ ഡെഡ് ബോഡി കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ഭവനത്തിൽ ചെയ്തു. അങ്ങനെ 2-ാം തീയതി എന്റെ പിതാവിന്റെ അടക്കശുശ്രൂഷ ഭവനത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കുള്ള വെക്കേഷൻ ടൈമാണ് മെയ്യില്. ആ സമയത്താണ് എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. പിതാവിന്റെ മരണം എന്റെ മാതാവിനെ വല്ലാത്തൊരു മെന്റൽ ഷോക്കിലേക്ക് കൊണ്ടുപോവുകയും എന്റെ മാതാവ് അന്ന് തന്നെ തളർവാദ രോഗിയായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിതാവ് നഷ്ടപ്പെട്ടു. അമ്മയൊരു തളർവാദ രോഗിയായി കസേരയിൽ ഇരുത്തി എന്റെ മൂത്ത ജ്യേഷ്ഠനും ബന്ധുക്കളും ഒക്കെ ചുമന്നുകൊണ്ട് ചമ്മക്കാടുള്ള കുണ്ട്രയ്ക്കടുത്ത് ചമ്മക്കാടുള്ള ഒരു വൈദ്യശാലയിൽ, കോശി വൈദ്യൻ എന്ന് പറയും, അവിടെ കൊണ്ടുപോയി ഏകദേശം അനേക ദിവസങ്ങൾ എന്റെ മാതാവിനെ അവിടെ ചികിത്സിക്കുവാൻ ഇടയായെങ്കിലും അമ്മയ്ക്ക് യാതൊരു സൗഖ്യവും ലഭിച്ചില്ല. അതുപോലെ തിരിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന എന്റെ അമ്മ ഒരു രോഗിയായി എന്റെ ഭവനത്തിൽ കിടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾക്കറിയാവുന്ന ദൈവങ്ങളെ ഒക്കെ ഞങ്ങൾ വിളിച്ചു. എന്റെ സഹോദരിമാർ ദൈവത്തെ വിളിച്ചു. ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. വല്ലാത്തൊരു മാനസിക സംഘർഷത്തില് ഞങ്ങള് ആയിത്തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സമയത്ത് എന്റെ സഹോദരിമാർ ചിന്തിച്ചു, മുൻപിൽ കല്ലടയാറ്, എന്റെ ഭവനം കല്ലടയാറിന്റെ തീരത്താണ്. ഏകദേശം 3 മീറ്റർ എന്റെ ഭവനം കഴിഞ്ഞാൽ മുറ്റത്തായിട്ട് വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ കല്ലടയാറാണ്. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കത്തക്ക രീതിയിലാണ് എന്റെ ഭവനം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ കുടുംബ വീട്. അപ്പോൾ
എങ്ങനെയെങ്കിലും അവിടെ ചാടി ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ എൻ്റെ ചേച്ചിമാർ പിന്നീട് പറയുകയുണ്ടായി, ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നെന്ന്. എന്നാൽ ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് പ്രതികൂല അവസ്ഥയില് ഒരു ദൈവദാസൻ ആ കാലഘട്ടത്തിലാണ് ഏകദേശം 92 സമയങ്ങളില് ഞങ്ങളുടെ ആ പ്രദേശത്ത് ചിറ്റാറിലുള്ള തോമസ് കുട്ടി എന്ന് പറയുന്ന ഇന്ന് അദ്ദേഹം AGയുടെ പുനലൂരിൽ വലിയ നല്ലൊരു സ്ഥാനം വഹിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആ പ്രദേശത്ത് കടന്നു വരികയും CSI കാരനായ ഒരു അച്ചായന്റെ ഭവനം അദ്ദേഹം വാടകയ്ക്കെടുത്ത് തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി അവിടെ ആ വേല ആരംഭിക്കാൻ ഇടയായി തീർന്നു. ശനിയാഴ്ചകളിൽ ആ ദൈവദാസൻ ബൈബിൾ കോളേജിൽ നിന്ന് അവിടെ കടന്നു വരികയും ഞായറാഴ്ചകളിൽ അവിടെ പ്രാർത്ഥന നടത്തുകയും ശനിയാഴ്ചകളിൽ വീടുകൾ വിസിറ്റ് ചെയ്ത് സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്താം. ബൈബിളിൽ ഇങ്ങനെ പറയുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വചനം അദ്ദേഹം പറയുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ആ ചെറിയ കാലം എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ബാല്യകാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബദേൽ LPS എന്ന് പറയുന്ന CSIക്കാർ നടത്തുന്ന ഒരു LPS സ്കൂൾ ഞങ്ങളുടെ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ 8 പേരും അവിടെയാണ് ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത്. അവിടുത്തെ കുഞ്ഞനാമ എന്ന് പറയുന്ന HM അന്ന് അവർ ഞങ്ങളുടെ വീടുകളിൽ കടന്നു വരികയും ഞങ്ങളെ പഠനത്തിന് വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും ഭൂരിഭാഗവും ഹിന്ദുക്കൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. വളരെ കുറച്ച് CSIക്കാരും കുറച്ച് യാക്കോബക്കാരും മാത്രമേ ഞങ്ങളുടെ ആ ഏരിയകളിലുള്ളൂ. എന്നാൽ 6 കടന്ന് ഞങ്ങൾ അക്കരെ കൊടുവള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ മറ്റ് ക്രിസ്ത്യാനികളായ ആൾക്കാർ ഇടതൂർന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 3ാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് യിരെമ്യാവിനെ പോലെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട്, അവൻ എന്നെ മെനഞ്ഞത് കൊണ്ട് ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എനിക്കും രോഗം പിടിപെടുകയും അന്ന് ഞങ്ങളുടെ ചുറ്റുമല എന്ന് പറയുന്ന സ്ഥലത്ത് ജോയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ നടത്തി വന്നത് തമിഴ്നാടുകാരനായ ജോയൽ എന്ന് പറയുന്ന ഒരു CSI വിശ്വാസിയായ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിനെയും എൻ്റെ സുഖമില്ലാത്തതായ എൻ്റെ സഹോദരനെയും അവിടെയായിരുന്നു ചികിത്സിച്ചു കൊണ്ടിരുന്നത്. എമർജൻസി കേസുകളെല്ലാം ഞങ്ങൾ അവിടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും പെട്ടെന്ന് ഒരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും എൻ്റെ പിതാവ് അവിടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ ചികിത്സിക്കുവാൻ ഇടയായി. ഏകദേശം 16 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടക്കുകയും അനവധി ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഒക്കെയും എടുക്കുവാൻ ഇടയായിട്ട് എൻ്റെ രോഗത്തിന് ഒരു ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരുന്നു. കിഡ്നിക്ക് തകരാറാകുന്നുവെന്ന് ഡോക്ടർ കണ്ടുപിടിക്കുകയും ഉപ്പ് ഒന്നും കൂടാതെ ചെറുപയറും തൈരും മാത്രം തന്ന ആ ദിവസങ്ങളില് ഡയറ്റ് കൺട്രോൾ ചെയ്ത് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ അവിടുന്നും എനിക്കൊരു സൗഖ്യവും പുരോഗമനവും ഇല്ലാഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കുണ്ട്രയ്ക്കടുത്ത് ആശുപത്രി മുക്കിലുള്ള ഇന്നും അവിടെ ഹോസ്പിറ്റലുണ്ട്, കോശിപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും ഏകദേശം 40 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുകയും അവിടുന്ന് എനിക്കൊരു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിക്കുകയില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അതിന്റെ ഫലമായിട്ട് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ വളരെ ചുറുചുറുക്കും 8ാമത്തെ പൈതലായതുകൊണ്ട് ഒരുപാട് സ്നേഹവും കരുതലും എൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ വളരെ ചുറുചുറുക്കോടെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതായ ഒരു പൈതലായിരുന്നു. അത് നാട്ടുകാർ പറയുമ്പോൾ ഭയങ്കര കിളിക്കുകയാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ എന്നെ ചികിത്സിക്കുവാൻ ഇടയായത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം പറയും, ഇവൾ ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കേണ്ടവളാണ്, പെൺകുട്ടിയായിട്ട് ജനിക്കേണ്ടവളല്ലായിരുന്നു എന്ന് പറയുമായിരുന്നു. എന്നാൽ ദൈവം എന്നെ കണ്ടത് കൊണ്ട് ഒരു കത്തി എൻ്റെ ശരീരത്തിൽ വെക്കേണ്ടി വന്നില്ല. എൻ്റെ കർത്താവ് അത്ഭുതകരമായി എനിക്ക് അവിടുത്തെ ചികിത്സയിലൂടെ ഒരു
ഓപ്പറേഷൻ ചെയ്യാതെ എന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് കടന്നു വരണമെന്നും പറയുകയും വെയിറ്റുകൾ എടുക്കുകയോ അതിദൂരം നടക്കുകയോ ചെയ്യരുതെന്ന ഉള്ള നിർദ്ദേശത്തോടു കൂടി ഡോക്ടറിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് ചെക്കപ്പിന് പോകേണ്ടതായിട്ട് വന്നില്ല. കർത്താവ് പരിപൂർണമായ സൗഖ്യം ആ സമയത്ത് എനിക്ക് തരുവാനിടയായി. ആ സമയങ്ങളൊക്കെ ഞങ്ങള് CSI പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് രാവിലെ പ്രാർത്ഥനയും പാട്ടും പ്രാർത്ഥനയും ഉണ്ട് ഞങ്ങളുടെ സ്കൂളില്. അപ്പോൾ യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അല്പമായ കാര്യങ്ങൾ ഞങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞു തരികയും ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും വീട്ടിൽ വന്ന് സന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതായ സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്റെ ബാല്യകാലം വളരെ അനുഗ്രഹമായിരുന്നു. രാവിലെ സഹോദരിമാർ, എനിക്കും നേരെ മൂത്തയുള്ള എന്റെ സഹോദരി മനോർമണി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. കൂട്ടുകാരെ പോലെയാണ് ഞങ്ങളെ ഒരുക്കി ഞങ്ങൾ കടയിൽ ചെന്നാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ വളരെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ അടുക്ക് വരികയും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് സ്നേഹവും കരുതലും കിട്ടിയാണ് വളരുവാനായിട്ട് ഇടയായി തീർന്നത്. നല്ല നല്ല ഓർമ്മകൾ ആ സമയത്ത് ലഭിക്കുവാനിടയായി. സ്കൂൾ വിദ്യാഭ്യാസം, അച്ഛന്മാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി സാധനങ്ങള് കടയിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയി അച്ഛൻ അറിയാതൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. എന്നാൽ അച്ഛന്റെ ഈ സമൂഹത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ മക്കളിലും ആ സമയത്തെ അച്ഛൻ പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വിശന്ന് വന്നാൽ ഒരു ദിവസമെങ്കിലും ഒരു പട്ടിണിയായി വരുന്ന മനുഷ്യന് ഫ്രീ ആയിട്ട് എന്റെ പിതാവ് ആഹാരം കൊടുക്കാതെ ഇരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിടെ ഈ ദുരന്തങ്ങൾ കടന്നു വന്നെങ്കിലും ഞങ്ങളുടെ ഭവനം വഴി സൈഡിലായതുകൊണ്ട് പലപ്പോഴും ആൾക്കാര് നടന്നു പോകുന്നവർ ദാഹിച്ചും വിശന്നും ഒക്കെ ഭവനത്തിലും കയറി വരാറുണ്ട്. അപ്പോഴും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തില് 91 എന്റെ പിതാവിന്റെ മരണശേഷം എന്റെ സഹോദരന്റെ രോഗം വളരെ കലശലാകുകയും ആ സമയത്ത് പൈസ ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ടത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ചിത്രക്കാര് നടത്താതെ അവര് മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സ്കൂളിലെ വിദ്യാഭ്യാസം മുടങ്ങി. എന്നാൽ 92 ആയപ്പോൾ അദ്ദേഹത്തിന് SLC പരീക്ഷ എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുകയും ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് ഞങ്ങള് 6 കടന്ന് നെൽപ്പുരക്കെന്ന് പറയും. എനിക്ക് മുന്നേ അരോമ TV-യിൽ സാക്ഷ്യം പറഞ്ഞ വിനു രഘുനാഥൻ എന്ന് പറയുന്ന അജംഗഡിൽ താമസിക്കുന്ന ദൈവദാസൻ എന്റെ സഹോദരനെ പരീക്ഷ എഴുതിപ്പിക്കുവാൻ സൈക്കിളിൽ കൊണ്ടുപോകുന്ന ഒരു സഹോദരനായിരുന്നു. എന്നാൽ ഈ ഡൽഹിയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ആ സഹോദര്യ ബന്ധം പുലർത്തുവാനും ആ ദൈവദാസനുമായുള്ള ഒരു ബന്ധം നിലനിർത്തുവാൻ ഇന്ന് അദ്ദേഹം എനിക്കൊരു നല്ല സഹോദരനും ഞാൻ അദ്ദേഹത്തിന് ഒരു സഹോദരിയുമാണ്. ആ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ദൈവം ഞങ്ങളെ നടത്തി. അങ്ങനെ എന്റെ കത്തോലിക്കരായിട്ടുള്ള 3 ടീച്ചർമാർ, ഡൈസമ്മ ടീച്ചർ, സോഫിയ ടീച്ചർ, ബെൽസിറ്റ ടീച്ചർ, ഇവർ സ്കൂളിൽ പിരിവിടുകയും എന്റെ സഹോദരന് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ചെയ്യുവാനും, മോനെ നീ സ്കൂളിൽ വരണ്ട, ഞങ്ങൾ നിനക്ക് അറ്റൻഡൻസ് ഇട്ടുകൊള്ളാം, നിന്നെ പരീക്ഷ എഴുതിപ്പിച്ചോളാം എന്നൊക്കെ പറയുവാനും നല്ല സപ്പോർട്ട് ചെയ്യുവാനും ഇടയായി. ആ സമയത്ത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ടീച്ചർ, ട്യൂട്ടോറി നടത്തുന്ന ഒരു സാറ് വീട്ടിൽ കടന്നു വന്ന് അദ്ദേഹത്തെ 2 ടീച്ചർമാരെ വിട്ട് അദ്ദേഹത്തെ പഠിപ്പിക്കുവാനും ഇടയായി തീർന്നു. പഠനത്തിൽ നല്ല മികവ് പുലർത്തുന്ന ഒരു മകനായിരുന്നു. എന്നാൽ രോഗം മൂലം ഒരു സെക്കൻഡ് പോലും നേരെ ചൊവ്വനിരിക്കുവാൻ എന്റെ സഹോദരന് കഴിയത്തില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് പഠിക്കണമെന്നുള്ള താല്പര്യം വരികയും അങ്ങനെ 92-ല് SLC പരീക്ഷ മാർച്ച് മാസം അദ്ദേഹം എഴുതുവാനിടയായി. ഈ സമയത്താണ് ഈ ദൈവദാസൻ ഭവനത്തിൽ കടന്നു വരികയും യേശുവിനെ കുറിച്ച് പറയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ അദ്ദേഹം ബൈബിള് തരികയും ഞങ്ങള് സഹോദരിമാർ ആ ബൈബിള് വായിക്കുകയും അമ്മയും അത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആഴ്ചകളില് ഈ ദൈവദാസൻ ഭവനത്തിൽ കടന്നു വന്നു. ഞങ്ങൾക്ക് സുവിശേഷം പങ്കിടുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ സത്യദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചു, സമാധാനം ലഭിക്കാനിടയായി. എന്റെ ഈ സഹോദരൻ, സുഖമില്ലാത്ത സഹോദരൻ രക്ഷിക്കപ്പെടുവാനും ഞാൻ ആ സമയത്ത് തന്നെ സൺഡേ സ്കൂളിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ക്രമേണ എന്റെ മാതാവിന് സൗഖ്യം ലഭിച്ചതിന്റെ ഫലമായി കിടക്ക വിട്ട് എഴുന്നേറ്റ് നടക്കുവാനായി കഴിഞ്ഞു. എന്നാൽ കൈയുടെ മുട്ടും കാൽമുട്ടും സ്വാധീനക്കുറവായിരുന്നു, മടങ്ങത്തില്ലായിരുന്നു. പക്ഷേ ദൈവം
കർത്താവ് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിൽ എൻ്റെ അമ്മയെ അടിയുറച്ച് വിശ്വസിക്കുകയും ആരാധനയ്ക്ക് കടന്നു വരുവാൻ എന്നോടൊപ്പം കടന്നു വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഒരു സൺഡേയിൽ ആ പൊട്ടിപ്പൊളഞ്ഞു കിടന്ന വാടക വീട്ടിൽ ഹിന്ദുക്കളായ ചില കുടുംബങ്ങൾ ആ സമയത്ത് പുതിയതായി വിശ്വാസത്തിൽ വന്ന ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവ് ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയൊരു വെളിച്ചം എൻ്റെ മാതാവിന്റെ ശരീരത്തില് അടിക്കുവാനും ആ ആരാധനയിൽ എൻ്റെ മാതാവ് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനിടയായി. സൗഖ്യം പ്രാപിച്ച നിമിഷത്തിൽ എൻ്റെ മാതാവ് അവിടെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം കർത്തൃദാസനെ എന്ന്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധർ വളരെയധികം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും ആ ദൈവദാസന്റെ ഭവനത്തിൽ കടന്നു വന്ന് കല്ലുകൾ എറിയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, നമുക്ക് കല്ലടയാറ്റിൽ എന്തായാലും സ്നാനപ്പെടുത്തുവാൻ കഴിയത്തില്ല അമ്മച്ചി. തന്നെയുമല്ല, അമ്മച്ചിയുടെ കാലം മുഴുവനും വ്രണമാണ്, വാദം വന്ന് പൊട്ടിയ വ്രണമാ. ഈ വ്രണത്തോടുകൂടി അമ്മച്ചിയെ ഞാൻ വെള്ളത്തിൽ ഇറക്കിയാൽ ഒരുപക്ഷെ ആ വ്രണം മറ്റു പലതുമായി തീരുമെന്ന് പറയുവാനിടയായി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവത്തിന് എന്റെ ഈ വ്രണത്തെ സൗഖ്യമാക്കുവാൻ കഴിയും, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുവാനായിട്ട് ശാഠ്യം പിടിച്ചു. അതിന്റെ ഫലമായി 92 എൻ്റെ മാതാവും ചില വിശ്വാസത്തിൽ കടന്നു വന്ന എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ചില മാമിയും ചില വ്യക്തികളുമായിട്ട് കാരുവേലിൽ കുണ്ട്രയ്ക്കടുത്തുള്ള ആ സ്ഥലത്ത് ഒരു തോട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ സ്നാനം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്നാനപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിന്റെ ആ വ്രണം പൂർണ്ണമായിട്ട് സൗഖ്യമാകുകയും അന്ന് മുതൽ മരിക്കുന്ന സമയം വരെയും എൻ്റെ മാതാവ് ആ ദൈവവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തനിക്ക് നടന്നുപോയി ആരാധിക്കുവാൻ കഴിയുന്ന സമയം വരെയും നടന്നുപോയി ആരാധനയ്ക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ അമ്മ 92 സ്നാനപ്പെട്ടു. അവിടെ ആ സമയത്ത് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ഈ സുഖമില്ലാത്ത സഹോദരൻ കടന്നു പോവുകയും അദ്ദേഹം രക്ഷിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ഐസക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നപ്പോൾ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി, എൻ്റെ സഹോദരന് അധികം ദീർഘായുസില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വെളിപ്പെട്ടു. എങ്കിലും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ അവിടെയുള്ള ദൈവദാസനോട് പറയുവാനിടയായി, എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുത്തു. എന്നാൽ മാർച്ച് മാസം 22-ാം തീയതി അദ്ദേഹത്തിന്റെ SLC പരീക്ഷ കഴിഞ്ഞ് 23-ാം തീയതി രാവിലെ അദ്ദേഹത്തിന് ഒരു വലിയ അസ്വസ്ഥത, ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ഞങ്ങളുടെ അടുത്തുള്ള ഒരു 1.5 കിലോമീറ്റർ ദൂരെയുള്ള ഉപഹാരമാതാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അദ്ദേഹത്തെ എത്തിക്കുകയും ആ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ ആ സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഞാനൊന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്ത് അതിനുശേഷമാണ് കർത്താവ് എൻ്റെ സഹോദരനെ ദൈവസന്നിധിയിൽ ചേർത്തത്. അതിനുശേഷം ഞങ്ങളുടെ ഈ ഫാമിലി ഡോക്ടർ, ജോയൽ ഹോസ്പിറ്റൽ ഡോക്ടർ, എൻ്റെ രണ്ടാമത്തെ സഹോദരിക്കും 3-ാമത്തെ 4-ാമത്തെ സഹോദരിമാർക്ക് സർലാമണിയും തങ്കമണിയും എന്നാണ് പേര്. അവർക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവരെ B ഗ്രേഡ് നഴ്സിംഗ് സ്റ്റൈഫൻഡ് തന്നുകൊണ്ട് പഠിപ്പിക്കുവാനായിട്ട് വിടുകയും 6 മാസം കഴിയുമ്പോൾ അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവര് ജോലിക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചേച്ചിമാരുടെ തുച്ഛമായ വരുമാനം, പിന്നെ കാറ്ററിംഗ് വർക്കുകള്, ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഭവനം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കരുണ കാണിച്ച് അന്ന് മുതലുള്ള ആ സഹോദര സ്നേഹം ഇന്നും ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. എൻ്റെ സഹോദരിമാരെ എല്ലാം, ഞങ്ങളെ എല്ലാവരെയും 5 ഭവനത്തിലാണ് വിവാഹം കഴിച്ചടിച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ 6 സഹോദരങ്ങളും എൻ്റെ സഹോദരനും കുടുംബവും ഒരു വിധത്തിലും ഞങ്ങള് പിണങ്ങിയോ ഞങ്ങൾ അകന്നിരിക്കുകയോ ചെയ്യാതെ ഇന്ന് വരെയും ആർക്കെങ്കിലും ഒരു താഴ്ചയോ ഒരു ബുദ്ധിമുട്ടോ കടന്നു വന്നാല് ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് പരസ്പരം കൈത്താങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് നമുക്ക് ആത്മീയമായ അത്ര അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. വേലയുടെ ആരംഭ സമയമായിരുന്നു. പ്രതികൂലങ്ങൾ അനവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരുടെ കാര്യങ്ങളെല്ലാം എല്ലാവരെയും ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിൽ തന്നെയാണ് വിവാഹം കഴിച്ച് അയക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവർ സ്നാനപ്പെട്ടിട്ടില്ല, അവർ ആരാധനയ്ക്ക് കടന്നു വരത്തില്ല. എന്നാൽ ഭവനത്തിൽ അവരിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. എല്ലാവരും യേശു ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. അന്നത്തെ കാലത്ത് ദൈവദാസനും അതിൻ്റെതായ സപ്പോർട്ടുകളോ
കാര്യങ്ങളോ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ആ ഒരു രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളുടെ ചേച്ചിമാരിലൂടെ വൻകാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഞാനും എൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ എൻ്റെ നേരെ മൂത്ത സഹോദരിക്ക് എനിക്ക് SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. എന്നാൽ അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചില്ല. വീട്ടിൽ ദാരിദ്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേച്ചി സാരമില്ല, കൊച്ചെന്നാണ് എന്നെ അവർ വിളിക്കുന്നത്, കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടോ, ഞാനും ജോലിക്ക് വരാമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ചേച്ചിമാരുടെ കൂടെ ഏകദേശം 6ാം ക്ലാസ് മുതൽ എൻ്റെ ഈ സഹോദരി ഇങ്ങനെ കയർ സംഘത്തിലും കാറ്ററിംഗിന്റെ വർക്കിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. SLC പരീക്ഷ എഴുതുന്ന സമയത്ത് കാറ്ററിംഗ് വർക്ക് ചെയ്തിട്ടാണ് പരീക്ഷ എൻ്റെ ഈ സഹോദരി വന്ന് എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി കടന്നു വന്നിട്ട് പറഞ്ഞു, ഇവൾക്ക് എന്നാൽ ഞാനൊരു ആധാരം എടുത്ത് ഓഫീസിൽ ഇവിടെ കൊണ്ടുവിടാം, ഹാൻഡ് റൈറ്റ് വളരെ നല്ലതാണല്ലോ എന്ന് പറയുകയും അങ്ങനെ ഒരു ആധാരം എടുത്ത് ഓഫീസിൽ എൻ്റെ സഹോദരിയെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവകൃപയാൽ അവൾ ജോയിൻ ചെയ്ത അതേ വർഷം തന്നെ 5 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന കൈപ്പട ലൈസൻസിന്റെ പരീക്ഷ ആ വർഷം നടത്തപ്പെടുവാനും അവൾക്ക് കൈപ്പട ലൈസൻസ് ലഭിക്കുവാനും ഇടയായി. അങ്ങനെ എൻ്റെ സഹോദരിയും ജോലി ചെയ്തു. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും ആണ് ഒരു അമ്മയുടെ അപ്പന്റെയും ഭാരം ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും വളരെ അച്ചടക്കത്തോടെ വളർത്തുവാൻ ഇടയായി തീർന്ന് ഞങ്ങൾ അധ്വാനിക്കുന്ന പൈസ ഞങ്ങൾ കൊണ്ടുവന്ന് രണ്ടാമത്തെ സഹോദരി ഏൽപ്പിക്കും. അദ്ദേഹമാണ് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ നന്നായിട്ട് നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഒരാഡംബരത്തിനുള്ള ഒരു രൂപയൊക്കെ എൻ്റെ അല്ലെങ്കിൽ ഇളയ ചേച്ചിമാർ ചോദിച്ചാൽ അവർ കൊടുക്കത്തില്ല. ചേച്ചി പറയും നമുക്കത് ചെലവഴിക്കാനില്ല. അങ്ങനെ ചിട്ടിക്കൊക്കെ കൊടുക്കുകയും അങ്ങനെ അല്പം പൈസ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ സഹോദരൻ ഏകദേശം 11 വർഷം കുഞ്ഞമ്മയുടെ ഭവനത്തിലായതുകൊണ്ട് ഞങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എൻ്റെ സഹോദരന് കുറവായിരുന്നു. എങ്കിലും അദ്ദേഹം അധ്വാനിക്കുന്ന പൈസ ഞങ്ങൾ വാങ്ങാറില്ല. കാരണം ചേച്ചിമാർ വിവാഹമൊക്കെ ആകുമ്പോൾ സഹോദരനെ ചിട്ടിക്കൊക്കെ കൊടുക്കുന്ന പൈസ കുഞ്ഞമ്മമാർ കൊണ്ടുവന്ന് സഹായിക്കും. അതിനുവേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന് 1 രൂപയും വാങ്ങുകയില്ലായിരുന്നു. അങ്ങനെ കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ സഹോദരിക്ക് ഒരു ആലോചന കടന്നു വരികയും ആ സമയത്ത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ 30,000 രൂപയും 5 പവന്റെ സ്വർണവും കൊടുത്ത് ആ സഹോദരിയെ വിവാഹം കഴിച്ചയക്കുവാൻ ഇടയായി തീർന്നു. സഹോദരി പറഞ്ഞു, വേണ്ട, എനിക്ക് വിവാഹം വേണ്ട, എൻ്റെ ഇളയ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ആരും അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ചേച്ചിയെ വിവാഹം കഴിച്ചയച്ചു. അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ ചേച്ചിക്കും വിവാഹാലോചന കടന്നു വന്നു. അദ്ദേഹത്തെയും മാന്യമായ രീതിയിൽ വിവാഹം കഴിച്ചയക്കുവാൻ ഇടയായി. അങ്ങനെ നാലാമത്തെ ചേച്ചി നേഴ്സായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ നീതി എന്ന് പറയുവാൻ തക്കവണ്ണം ആ സമയത്ത് പഞ്ചായത്തിന്റെ ഇലക്ഷന് നടക്കുകയും CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്കാരന്റെ ചേച്ചിയുടെ പേര് നിർദ്ദേശിക്കുകയും അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നേഴ്സിംഗ് ജോലി വിട്ട് എൻ്റെ ചേച്ചി പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ തന്നെയും അദ്ദേഹവും കാറ്ററിംഗ് വർക്കിൽ ഒരു ലജ്ജയും കൂടാതെ ഞങ്ങളോടൊപ്പം കടന്നു വരുമായിരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ നീതി എന്ന് പറയത്തക്കവണ്ണം ഞങ്ങളുടെ കേസുകൾ, പിതാവിന്റെ മരണശേഷം കേസുകളൊന്നും ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. തന്നെയുമല്ല, അത് ചെയ്ത സാമൂഹിക പറയുവാനിടയായി, മെയിൻ വ്യക്തി പറയുവാനിടയായി, പെൺമക്കളെ കെട്ടിക്കുവാൻ അവന് നിവൃത്തിയില്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കേസ് ജയിച്ച് വേണം അവന് അവരുടെ വിവാഹം നടത്തേണ്ടതെന്ന് പറയുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ആ കേസ് ഞങ്ങൾ ഹാജരാകാഞ്ഞത് കൊണ്ട് അത് തള്ളപ്പെടുകയും ഞങ്ങൾ പുറകെ പോകുവാനായിട്ട് ഇടയാകുകയും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കട നിന്ന പ്രദേശത്ത് അതിന്റെ ഈ താഴെ ഭാഗത്തായിട്ടാണ് ഒരു 3/4 സെന്റ് വസ്തു അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം വാങ്ങി. അതിന് ഞങ്ങളുടെ കട ഒരു മറവായത് കൊണ്ടാണ് അങ്ങനെ ഒരു ആസൂത്രണം അദ്ദേഹം ചെയ്യുകയും അർദ്ധരാത്രിയിൽ അദ്ദേഹം ഗുണ്ടകളെ കൊണ്ടുവന്ന് അത് പൊളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഞാൻ പേര് പറഞ്ഞ് ആരെയും ഞാൻ വിഷമിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പേര് പറയാൻ ആഗ്രഹിക്കാത്തത്. കാരണം നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവനെന്ന് കർത്താവ് പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങളെ അത് മറക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ക്രിസ്തുവിലായതുകൊണ്ട് ആ മനുഷ്യനോട് ക്ഷമിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങൾക്ക് ഇന്നും അദ്ദേഹത്തോടോ തന്റെ കുടുംബത്തോടോ യാതൊരു വിരോധവും ഞങ്ങളുടെ മനസ്സിൽ ആരുടെയും ഇല്ല.
അങ്ങനെ ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരിമാരുടെ വിവാഹങ്ങൾ നടക്കുവാനിടയായി. പിന്നെ ഓരോരുത്തരെയായിട്ട് വിവാഹം കഴിച്ചയച്ചു. അപ്പൊ ചേച്ചി പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ വസ്തു നിയമപരമായിട്ടാണെങ്കിൽ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ വില്ലേജിലും തഹസിൽദാറിന്റെ ഓഫീസിലും ഒക്കെ ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തപ്പോൾ 16 വർഷം ഞങ്ങൾ അതിന്റെ കരം അടയ്ക്കുന്നത് കൊണ്ട് അത് ഞങ്ങളുടെ പേരിൽ ആ പുതുവേൽ പതിച്ച് നൽകുവാൻ ഓർഡറായി കിടന്ന വസ്തുവായിരുന്നു. അതുകൊണ്ട് നിയമപരമായിട്ട് അവിടെ നിന്ന് പൊളിച്ചു മാറ്റാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനിടയായി തീർന്നത്. എന്നാൽ അവിടെ ഇന്ന് എന്റെ ചേച്ചി പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു 2 വീലർ കുഴിക്കുകയും ഞങ്ങളുടെ ഗ്രാമത്തിന്റെ വാട്ടർ സപ്ലൈ ആണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അത് ഞങ്ങളുടെ ജീവിതത്തില് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, കർത്താവിനെ ഗ്രഹിച്ചത് കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ എൻ്റെ സഹോദരിമാരുടെ വിവാഹങ്ങൾ, ഞങ്ങളെ 5 പേരുടെയും വിവാഹങ്ങൾ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ എൻ്റെ വിവാഹ സമയമായപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്പലത്തിലെ കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ 4ാമത്തെ ചേട്ടൻ പാർട്ടി പ്രവർത്തകനും പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിച്ചുള്ള ഒരു സഹോദരനാണ്. അങ്ങനെ സമൂഹത്തില് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കടന്നു പോകുന്നത് കൊണ്ട് അവരാരും എതിർക്കുവാനായിട്ട് ഇടയായില്ല എൻ്റെ മാതാവിനോടും. കാരണം എൻ്റെ മൂത്ത ചേട്ടൻ സാക്ഷിയാണ്. ഭദ്രൻ എന്ന് പറയുന്ന എൻ്റെ ചേട്ടൻ അമ്മയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയാണ്. അദ്ദേഹം ആ സമയങ്ങളൊക്കെ ആഴ്ചതോറും ഞങ്ങളുടെ ഭവനത്തില് ചേച്ചി മക്കളുമായി കടന്നു വരികയും ഞങ്ങളുടെ സഹോദരിമാരെ വട്ടത്തിൽ ഇരുത്തി ഞങ്ങൾക്ക് ആഹാരം വിളമ്പിത്തരികയും ഞങ്ങളെ ഒരു അച്ഛന്റെ സ്നേഹവും പരിപാലനവും തന്ന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ അവിടെ കടന്നുപോയി ആഴ്ചകൾ നിൽക്കും. അപ്പോൾ ചേട്ടൻ പലചരക്ക് കടയിൽ നിന്ന് ചാക്കിനകത്ത് 1 മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി കെട്ടി, അന്ന് ബോട്ട് സർവീസ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് നിന്ന്, ആ ചേട്ടന്റെ അവിടെ നിന്ന് ആ ബോട്ടിൽ കൊണ്ടുവന്ന് എന്നെ കയറ്റി വിടുമായിരുന്നു. അങ്ങനെ ഒരുപാട് കരുതലുകള്. അവരെനിക്ക് 5 അനിയത്തിമാരല്ല, 5 ആങ്ങളമാരാണ്. അവരുടെ കുടുംബക്കാരും മറ്റുള്ളവരും ഒക്കെ എൻ്റെ ചേട്ടനെ പഴിചാരുമ്പോൾ എൻ്റെ ചേട്ടൻ പറയല്ല, അവരെനിക്ക് 5 അനിയന്മാരാ, എൻ്റെ അനിയത്തിമാരല്ലെന്ന് പറയുമായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ചേട്ടന് ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എന്നാല് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ പൂർണ്ണമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കും സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ തന്ന് വളരെ ധൈര്യത്തോടെ ബന്ധുക്കളൊക്കെ നിന്ദിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്ത സമയങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാനും പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകുവാനും യേശു ദൈവമെന്ന് ബന്ധുക്കളോടൊക്കെ പറയുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി. കുടുംബത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാൻ സഹായിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ മാറ്റം വരുത്തി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ ആ സമയങ്ങളൊക്കെ ദേവദാസന്മാരെ കടന്നു വന്ന് നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കർത്താവേ, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് അങ്ങയുടെ വേല ചെയ്യാൻ പോകണമല്ലോ, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തലമേൽ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരിക്കലും എന്നെ ഒരു ബൈബിൾ കോളേജ് വിടത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള വിശ്വാസികൾ, എൻ്റെ കൂട്ടുകാരികളൊക്കെ ആ സമയത്ത് ബൈബിൾ കോളേജിൽ കടന്നു പോവുകയും കർത്താവിന്റെ വചനം പഠിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. എന്നാൽ 18ാമത്തെ വയസ്സിൽ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുവാൻ, എനിക്കന്ന് ഒന്നും അറിയത്തില്ല, പക്ഷേ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കൊരു വിവാഹ ജീവിതം ദൈവം ഒരുക്കുന്നെങ്കിൽ ഒരു വിശ്വാസിയുടെ കൂടെ എൻ്റെ വിവാഹം നടക്കാവൂ. അങ്ങനെ എൻ്റെ സഹോദരിമാരുടെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ 10ാം ക്ലാസ് മുതൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. +2 പാസ്സായി. അതിനുശേഷം ഞാൻ ബികോം പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയും ബികോം പാസ്സാകുകയും കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുവാനൊക്കെ ഇടയായി. ബികോം പാസ്സായ സമയത്ത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു ആന്ധ്രയിൽ നിന്ന് കടന്നു വന്ന ആ സ്കൂളിലേക്ക് ഒരു ടീച്ചറായിട്ട് എന്നെ തിരികെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി 1 വർഷം ആന്ധ്രയിൽ ടീച്ചറായി ജോലി ചെയ്യാനിടയായി. എന്നാൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ എനിക്കറിയത്തില്ല, തെലുഗു ഭാഷ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ആരാധിക്കുവാനായിട്ട്, ആരാധന മുടക്കുവാനായിട്ട് എനിക്ക് കഴിയത്തില്ലായിരുന്നു. ഞാൻ ആ പ്രിൻസിപ്പളിന്റെ അടുക്കൽ കടന്നുപോയി. അവിടെ
അടുത്തുള്ള ഒരു മന്ന ചർച്ചിന്റെ അടുത്തുണ്ടെന്ന് കണ്ടുപിടിക്കുകയും പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങി എല്ലാ ഞായറാഴ്ചയും ഞാൻ അവിടെ ആരാധനയ്ക്ക് കടന്നു പോകും. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവിടെ ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പലപ്പോഴും മലയാളത്തില് പാട്ട് പാടാനൊക്കെ ആ ദൈവദാസൻ എനിക്ക് അവിടെ അവസരം തരുമായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വെക്കേഷന് കടന്നു വന്ന സമയത്ത് ഞാൻ അവിടെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് നേരെ മൂത്ത സഹോദരിയുടെ വിവാഹം നടക്കുവാനും അദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടി എന്റെ പേര് ലോൺ എടുക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് ആ ലോണുകൾ അടയ്ക്കുവാനും ഭവനത്തിൽ വെക്കേഷന് കടന്നു വന്നപ്പോൾ എന്റെ ശരീരം ഒരുപാട് ക്ഷീണിച്ചത് കൊണ്ട് എന്റെ മാതാവിനും സഹോദരങ്ങൾക്കും വളരെ വിഷമം തോന്നുകയും എന്നെ അവര് തിരിച്ചു വിട്ടില്ല ആ ജോലിക്ക് വേണ്ടി. തന്നെയുമല്ല എന്നെ കൊണ്ടുപോയ എന്റെ കൂട്ടുകാരുടെ വിവാഹം ആ വർഷം നടക്കുവാനും ഇടയായി. അങ്ങനെ അവരെന്നെ തിരിച്ചു വിടാത്തത് കൊണ്ട് ഞാൻ വീണ്ടും നാട്ടിൽ ട്യൂഷനുമൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വേക്കൻസി ഉണ്ട്, ഉത്തർപ്രദേശില് PTL എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് സഹോദരിക്ക് വേണ്ടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ കേട്ട പാടിൽ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു സ്കൂൾ മിനിസ്ട്രിയാണ്, അതൊരു ദൈവിക ശുശ്രൂഷയാണ് അത് ചെയ്യുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്കറിയാം എന്റെ വീട്ടിൽ പെർമിഷൻ ചോദിച്ചാൽ എന്നെ വിടില്ല, പക്ഷേ ഞാൻ വളരെ നിർബന്ധം പിടിക്കുകയും അങ്ങനെ എന്റെ ചേട്ടൻ എനിക്ക് പെർമിഷൻ തന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ 2000 എന്റെ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ എന്നെ സമ്പൂർണ്ണ നഗർ എന്ന സ്ഥലത്താണ് അവരെന്നെ ടീച്ചറായിട്ട് വിടുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ വളരെ ആത്മീയ ദാഹമുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുവിശേഷ വേലയ്ക്ക് പറ്റിയ ഒരു സാഹചര്യം അവിടെ ഇല്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, ഞായറാഴ്ച സ്കൂളിൽ തന്നെ അവിടുത്തെ ഒരു ദൈവദാസന്റെ ശുശ്രൂഷ മൂലമാണ് അവിടെ ആ ഒരു സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അതിനപ്പുറമായിട്ട് ഒരു വേല ചെയ്യുവാനായിട്ട് നമുക്കൊരു അവസരം അവിടെ ഇല്ല. തന്നെയുമല്ല അവര് കമ്മിറ്റ്മെന്റ് ചെയ്ത സാലറികളും കാര്യങ്ങളും ഒന്നും തന്നെ അവര് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നില്ല. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ലോണും കാര്യങ്ങളും ഒക്കെ എനിക്ക് നടക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ നാട്ടിൽ തന്നെ തിരികെ പോകണമെന്ന് എനിക്ക് തോന്നുകയും ഇവിടെ ഡൽഹിയിൽ ഒരു കോൺഫറൻസിന് വേണ്ടി ദൈവദാസൻ ഞങ്ങളെ കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ അതിന്റെ ഡയറക്ടറോട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാനായിട്ട് തിരികെ പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, നീ എന്തുകൊണ്ടാ പോകുന്നത്, നീ ഇവിടെ പോകണ്ട എന്നൊക്കെ പറയുവാനിടയായെങ്കിലും ഞാൻ നാട്ടിൽ തന്നെ തിരികെ പോയി വീണ്ടും ഞാൻ അവിടെ ട്യൂഷനും കാര്യങ്ങളുമായിട്ട് ട്യൂട്ടോറിയലുകളിൽ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് എന്റെ കർത്താവ് എനിക്ക് അവസരം തന്നു. അതിനുശേഷം എനിക്ക് 7 മാസം എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ കൂടെ പൂനെയില് വർക്ക് ചെയ്തുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് അവരെന്നെ അവിടേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കോൺട്രാക്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ എനിക്ക് 2000 രൂപ സാലറിയും താമസവും ഭക്ഷണവും ഒക്കെ തന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെതായ അക്കൗണ്ട്സ് വർക്കുകളൊക്കെ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നു. അവിടെയും ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയ്ക്ക് ഒരു ചർച്ചിൽ കടന്നു പോവുകയും ദൈവമക്കളുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ബിജി എന്ന് പറഞ്ഞ ദൈവദാസൻ കടന്നു വന്നിട്ട് പറഞ്ഞു, പഞ്ചാബിൽ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ദൈവദാസനാണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പള്, സഹോദരിക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവിടെ ആ ദൈവദാസൻ എന്റെ കൂട്ടുകാരനാണ്, ഗ്രേസ് കോളേജിൽ എന്നോടൊപ്പം പഠിച്ചതാ, ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയുകയും അദ്ദേഹം ഭാര്യയെ UK വിടാനായിട്ട് പൂനെയിൽ തന്റെ സഹോദരിയുടെ അടുക്കലേക്ക് വന്നതാണ്. ആ സഹോദരൻ പറഞ്ഞു, അങ്ങനെ എന്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം തിരികെ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന് ഈ സാം തോമസ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പലിനെ കോണ്ടാക്ട് ചെയ്ത് ഒരു ദിവസം രാവിലെ എന്നെ ഫോൺ ഇന്റർവ്യൂ എടുക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹം ജൂലൈ 3-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡൽഹിക്ക് കടന്നു വരിക. അന്ന് ഡൽഹിയിൽ വെച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പഞ്ചാബിന് പോകും, നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്ന് അങ്ങനെ ഞാൻ ജൂലൈ 3-ാം തീയതി പൂനെയിൽ നിന്ന് ഒരു ഭാഷയും അറിയാത്ത പഞ്ചാബിലേക്ക്, ഹിന്ദി എനിക്ക് ചോദിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ഞാൻ മലയാളം സ്കൂളിലാണ് പഠിച്ചത്, തട്ടേ മുട്ടിയൊക്കെ ഞാൻ ഇംഗ്ലീഷ് പറയും. പക്ഷേ എന്നെ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് നിർത്തിയത് ഒരേ ഒരു വാക്യത്തിലൂടെയാണ്, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഞാനിവിടെ പറയും, കർത്താവെ ഞാൻ സകലത്തിലും മതിയായവളാ, കാരണം നീയാണ് എനിക്ക് ശക്തി തരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഒരു ആൺപൈതൽ ഒരു ഭവനത്തിന് എന്തൊക്കെ ചെയ്യണമോ ചെറിയ പ്രായത്തിൽ അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു.
അങ്ങനെ പഞ്ചാബിൽ നല്ലൊരു ശമ്പളത്തോടു കൂടി ജോലിക്ക് കടന്നു വന്നു. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് ആ പഞ്ചാബിയായ ഡയറക്ടറിന്റെ വീട്ടില് ഫസ്റ്റ് ഫ്ലോറിലാണ് എനിക്ക് താമസം. അതികഠിനമായ ചൂട്, ഭക്ഷണത്തിന് ക്രമീകരണത്തിനുള്ള സ്റ്റൗവോ കാര്യങ്ങളോ ഇല്ല. അവര് ഉണ്ടാക്കുന്ന വല്ല ബ്രെഡ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡുകള് എന്റെ ശരീരത്തിന് പിടിക്കാതെ ഏകദേശം 6 മാസക്കാലം ഞാൻ വളരെ ബുദ്ധിമുട്ടി. രാത്രി 1:30 സമയത്തൊക്കെ ഞാൻ മുട്ടുമേൽ നിന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് കർത്താവ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളെ, നിന്നെ അന്ന് കിഡ്നി രോഗത്തിൽ നിന്ന് വിടുവിച്ചത് ഞാനാ. എന്റെ ആമേൻ സാക്ഷിയായി നിർത്തേണ്ടതിനാ ഞാൻ നിന്നെ ഇവിടെയും പുലർത്താൻ ശക്തനാണെന്ന് പറയുവാനിടയായി. മാസങ്ങൾക്ക് ശേഷം 2 മലയാളി സഹോദരിമാർ കൂട്ട ടീച്ചേഴ്സിനെ ദൈവോടെ കൊണ്ടുവരികയും അവിടെ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ഏകദേശം 3 വർഷം ഞാൻ അവിടെ ടീച്ചറായിട്ട് സേവനം അനുഷ്ഠിക്കുകയും അവിടെ ഒരു പഞ്ചാബി ആരാധനയിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ കടന്നു പോകുന്ന ആ ആരാധനയിൽ പങ്കെടുക്കുവാനും സാക്ഷ്യങ്ങളൊക്കെ പറയുവാനും ഒക്കെ കർത്താവ് എനിക്ക് അവിടെയും അവസരം ഒരുക്കി തന്നു. എന്നെ ദൈവം എവിടെല്ലാം ആക്കി അവിടെയൊക്കെ നല്ല രീതിയിൽ BEd ഇല്ലാത്ത ഞാൻ ആ സ്കൂളിൽ നല്ലൊരു പുരോഗമനം എന്റെ ടീച്ചറുടെ 1 വർഷത്തിനുള്ളിൽ ആ പുതിയ സ്കൂളില് വരുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ പേരൻസ് ഒക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയി. ആ സ്കൂൾ ഡെവലപ്പായി. എന്നാൽ എന്റെ കൂടെ നിന്ന കൂട്ടുകാരിക്ക് ടെർമിനേഷൻ കിട്ടേണ്ട സ്ഥാനത്ത് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ ഭവനത്തിലേക്ക് തിരികെ വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ആ പ്രിൻസിപ്പളിനോട് ചെന്ന് കാല് പിടിച്ചിട്ട് അവളുടേതായ ആ ജോലി ടെർമിനേഷൻ റദ്ദാക്കി. അതിന് പകരം ഒരു അപ്പോയിന്റ്മെന്റ് ഓൾറെഡി അവരവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഞാനാണ് എന്റെ കൂട്ടത്തിൽ കടന്നു വന്ന MSW-കാരിയാണ് അവൾ. അതുപോലെ തന്നെ വേറെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു കൂട്ടുകാരി. ഞങ്ങളുടെ എല്ലാവരുടെ സ്നേഹബന്ധം ഇന്നും നിലനിൽപ്പുണ്ട്. പക്ഷേ അവരെയൊക്കെ ഒരു ടീച്ചിങ് മെത്തേഡിലേക്ക് എങ്ങനെ ഒരു ടീച്ചറാകാം ഒത്തിരി സപ്പോർട്ടുകൾ ആ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ആഹാരം വയ്ക്കുകയും ഒരുമിച്ച് കിടക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പോലും അറിയാതെ എന്നെ ചതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ അന്നത്തെ പിയൂണ് സർവ ഡ്യൂസും ഒരു കാരണം കാണിച്ചത് എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവര് ഞാൻ അവിടെ കൊടുത്തില്ല എന്ന പേരിൽ കാരണം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പോലും അറിയാതെ ടെർമിനേറ്റ് ലെറ്ററും എന്റെ സാലറിയുമായിട്ട് തിരികെ തരുവാനിടയായി. ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി. അന്ന് 4 മണിക്ക് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം അറിയിച്ചതിന്റെ പേരിൽ എനിക്ക് അന്നേരം തന്നെ അവിടുന്ന് മാറണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പെട്ടിയൊക്കെ റെഡിയാക്കി. പക്ഷെ ആ രാത്രിയിൽ ഞാൻ എവിടെ പോകും? 4 മണി സമയമായി വൈകിട്ട്. ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരിയുടെ പിതാവ് സ്വന്തം മകളെ പോലെയാണ് എന്നെ കണ്ടിരുന്നത്. വെക്കേഷൻ സമയത്ത് 10 ദിവസമൊക്കെ ഉള്ളപ്പോൾ തന്റെ മകളോടൊപ്പം 3ാമത്തെ കൂട്ടുകാരിയെ വിളിക്കത്തില്ല, പക്ഷെ എന്നെ അവര് വിളിക്കും. അവരുടെ വീട്ടിൽ കൊണ്ടു നിർത്തുകയും സ്വന്തം ഒരു അപ്പനെ അമ്മയെ പോലെ അവരുടെ മകളെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പിതാവ് ഇതറിഞ്ഞുടനെ ആ പിതാവിന് വളരെ വിഷമം തോന്നിയിട്ട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, മോള് ഭാരപ്പെടണ്ട, ഇന്ന് രാത്രിയില് 12 മണി ഒരു ട്രെയിൻ ഉണ്ട്, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്ത് വരാം, നാളെ രാവിലെ ഞാൻ അവിടെ വന്ന് മോളെ തിരികെ കൂട്ടിക്കൊണ്ട് പോരാം, മോള് ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചാബിയായ ഒരു രജവീന്ദർ മേഡം എന്ന് പറയും, ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാധ, നീ ഈ സമയത്ത് നീ എങ്ങും പോകുന്നില്ല, അടുത്ത ആഴ്ചത്തേക്ക് ഓൾറെഡി വെക്കേഷന് ഡിസംബറില് നീ മീററ്റിന് നിഷയുടെ ഭവനത്തിൽ പോകാൻ ഓൾറെഡി നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുകയല്ലേ, അന്ന് നീ പോയാൽ മതി, നീ പെട്ടിയുമായി എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എന്നെ വിളിപ്പാനിടെ. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ വരണ്ട, ഞങ്ങള് ഒരുമിച്ച് ഞങ്ങൾ വന്നേക്കാം, വെക്കേഷൻ സമയത്ത് ഞാൻ ഈ ഒരാഴ്ച ഇവിടെ നിന്നുകൊള്ളാം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ തന്നെ റിക്ഷ പിടിച്ച് ആ മേഡത്തിന്റെ വീട്ടിൽ കടന്നുപോയി. ഞാൻ ഒരാഴ്ച അവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്നെ അവരിലൂടെ ഹിന്ദി പഠിപ്പിച്ചു, അവർക്ക് എന്നിലൂടെ ഇംഗ്ലീഷ് പഠിപ്പാനിടയായി. അതും ഒരു സ്വന്തം ഒരു ചേച്ചിയും ഒരു ഭർത്താവും എങ്ങനെ ഒരു അനിയത്തിയെ പരിപാലിക്കുമോ ആ ഒരാഴ്ച മുഴുവനും അവരെന്നെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ഇടയായി. അതും ദൈവം എന്റെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാക്കി തീർത്തു. അങ്ങനെ ഞങ്ങൾ വെക്കേഷന് മീററ്റിൽ കടന്നു വന്നു. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ, ഞാൻ ഇനി നാട്ടിൽ കടന്നു പോയിക്കോട്ടെ, ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി ഞാൻ ചെയ്യാം, എന്റെ തലയിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയുവാനിടയായി. എന്നാൽ ഞാൻ ഭവനത്തിൽ വിളിച്ചു പറഞ്ഞില്ല, ഈ സംഭവങ്ങളൊന്നും ഞാൻ എന്റെ സഹോദരങ്ങളെ അറിയിച്ചില്ല. കാരണം അന്യ നാട്ടിൽ ഞാൻ ഒരാൾ മാത്രം കിടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവിടെ പപ്പയോടും മമ്മിയോടും
അവരോടും കൂടെ ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ആരാധനയ്ക്ക് പോവുകയും നിഷ തിരികെ പഞ്ചാബിലേക്ക് പോയി. അപ്പോൾ പപ്പ പറഞ്ഞു, മോളെ നീ തിരികെ പോകണ്ട, നമുക്ക് ഇവിടെ ഒരു ജോലി അന്വേഷിക്കാം. പപ്പ വളരെയധികം അവിടെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഒരു 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഡൽഹിയിൽ ഒരു ജോലി ദൈവം ഒരുക്കി തന്നു. അതും ഞാൻ ഒരു സമയത്ത് ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ ഒരു മിലിറ്ററി മലയാളി ഫാമിലിയെ ഞാൻ പരിചയപ്പെട്ടു. അവരന്ന് കോണ്ടാക്ട് നമ്പർ തരികയും അവരോട് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവരും മർത്തോമക്കാരായിരുന്നു. അവർക്ക് എന്തോ ആ സമയത്ത് എന്നോട് വലിയൊരു സ്നേഹം അവർക്ക് തോന്നി. അങ്ങനെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ്, മോളെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ, നീ ഞങ്ങളോടൊപ്പം ഡൽഹി വാ, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ നിനക്ക് ജോലി വാങ്ങിത്തരാമെന്ന് പറയുവാനിടയായി. അങ്ങനെ നിഷയ്ക്കും എനിക്കും അവര് ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു കോൾ സെന്ററിലേക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിന് അവർ കൊണ്ടുപോയി അവിടെ ജോലി വാങ്ങിത്തന്നു. എന്നാൽ നിഷയ്ക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് അതിലും കൂടിയ സാലറിയിൽ ഒരു കോൾ സെന്ററിൽ ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഇന്ത്യൻ എയർലൈൻസിന്റെ കോൾ സെന്ററിൽ ജോലി ചെയ്യുവാനായിട്ട് 2005 കർത്താവ് കൃപ തന്നു. ഞങ്ങൾക്ക് ഒരു പിതാവിന്റെ മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ പപ്പ ഇന്ന് ഇവിടെ ഇല്ല, പപ്പ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന, മമ്മി ജീവിച്ചിരിപ്പുണ്ട്. എന്റെ കൂട്ടുകാരിയുടെ നിഷ എന്നാണ് അവളുടെ പേര്. അവര് ഇവിടെ ഡൽഹിയിലെ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നു. ആ പിതാവ് സ്വന്തം മക്കൾക്ക് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും മീററ്റിൽ നിന്ന് വെച്ച് ചെയ്ത് വണ്ടിയിൽ സാധനങ്ങളുമായി ഞങ്ങളെ ഇവിടെ ഡൽഹിയില് നസീർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഐസക് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പരിചയത്തിൽ അവർ താമസിക്കുന്ന അതേ ആ ഒരു കോളനിയിൽ ഒരു വീട് വാടകയ്ക്ക് അവരുടെ അണ്ടറിൽ നിൽക്കത്തക്ക വിധത്തിൽ ഒരു വാടകയ്ക്ക് എടുത്ത് ഞങ്ങളെ 2 പെൺകുഞ്ഞുങ്ങളെ അവിടെയാക്കി ഞങ്ങളോടൊപ്പം ഒരു ആഴ്ച താമസിച്ച് അവർ മടങ്ങി പോകാനിടയായി തീർന്നു. അങ്ങനെ ഏകദേശം 1 വർഷം ഞാനും ആ സഹോദരിയും ആ ദൈവദാസന്റെ സഹായത്തോടു കൂടെ ഞങ്ങൾ അവിടെ താമസിക്കുകയും ഞാൻ ആ എയർലൈൻസിൽ വർക്ക് ചെയ്യാനായിട്ടിടയായി തീർന്നു. എന്നാൽ അവിടെയൊക്കെയും അവരുടെ ദൈവദാസനാണ് ഇവിടുത്തെ എന്റെ ആത്മീയ പിതാവ് എന്ന് പറയും. ഇന്നും ആ സ്നേഹബന്ധം ദൈവം നിലനിർത്താൻ കൃപ ചെയ്യുന്ന അവരുടെ ഒരേ ഒരു വിശ്വാസി ഞാനാണ്. ഞാൻ അന്ന് ഞായറാഴ്ചകളിൽ ഞാൻ പ്രാർത്ഥന മുടക്കത്തില്ല. എന്നാൽ ആവുന്ന വിധത്തിൽ അവരുടെ പട്ടിണിയിലും അവരുടേതായ നിസ്സഹായതയിലൊക്കെ അവരെ സഹായിപ്പാന് എന്റെ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ആ സഭ വളരുവാനിടയായി. ഞാൻ എല്ലാ ഞായറാഴ്ചയും പലപ്പോഴും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇടും. അപ്പോൾ ഞാൻ എന്റെ വീണ എന്ന് പറയുന്ന ഹിന്ദി മേഡത്തിനോട് പറയും, എനിക്ക് ആരാധനയ്ക്ക് പോകണം, ഞാൻ 9:30 വരെ ഹാഫ് ഡേ ചെയ്യും, അതിനുശേഷം എനിക്ക് ബ്രേക്ക് തന്നിട്ട് എനിക്ക് ഹാഫ് ഡേ മാത്രമേ എന്നെ സൺഡേക്ക് ഡ്യൂട്ടി ഇടാവൂ, എനിക്ക് ആരാധനയ്ക്ക് പോകണമെന്ന് പറയുവാനിടയായി. അവർ 12 മലയാളികൾക്ക് ഞങ്ങളുടെ സെക്ഷനിലുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ അവർക്ക് എന്നോടൊരു പ്രത്യേക ദയ തോന്നുകയും അവര് എനിക്ക് അതിനെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിടത്തും ആരാധന മുടക്കുവാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് പലവിധமான ആലോചനകൾ വരാനായിട്ടിടെ എന്റെ സഹോദരിമാരുടെ എല്ലാം വിവാഹങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വെച്ച് എന്റെ മമ്മി ഹാർട്ട് പേഷ്യന്റ് ആയി തീർന്നു. രണ്ടാമത്തെ അറ്റാക്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് മമ്മിക്ക് 2ാമത്തെ അറ്റാക്ക് അതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം വളരെ വേദനകൾ അനുഭവിച്ച് പെൺമക്കളെ ദുഃഖിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് പ്രാർത്ഥിക്കുകയും 10 മണിക്ക് വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ച് ബൈബിളും എടുത്ത് ഭവനത്തിൽ ഇരുന്ന് അത് വായിക്കുകയും വീട്ടിൽ കടന്നു വരുന്ന ബന്ധുക്കളോട് യേശുവിനെ കുറിച്ച് പറയുകയും പെൺമക്കൾക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാവായിരുന്നു എന്റെ മാതാവ്. അപ്പോഴ് ആ മാതാവിന്റെ രോഗം മൂർച്ഛിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാതാവ് രോഗിയായി 3ാമത്തെ അറ്റാക്കിൽ സംഘേഴ്സ് എന്റെ സഹോദരനെ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ അമ്മയുടെ ആങ്ങളുടെ മകള്, അദ്ദേഹം ഒരു സ്റ്റാഫ് നേഴ്സാണ്. അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. എന്റെ പിതാവ് 1.5 വയസ്സിൽ എന്റെ നാത്തൂനെ കൊണ്ടുവരികയും CSIയിൽ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കുകയും അതിനുശേഷം അവരായിട്ട് തന്നെ എന്റെ ആ നാത്തൂനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവര് സ്റ്റാഫ് നേഴ്സായി. എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹ സമയമായപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേച്ചിയുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. എനിക്ക് നമ്മുടെ അന്നത്തെ ഹിന്ദു രീതിയിൽ മുറപ്പെണ്ണും മുറച്ചെറുക്കനും എനിക്ക് എന്നെ അന്യ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ നിങ്ങൾ അതോടെ എന്നെ മറക്കും, പിന്നീട് എനിക്ക് ഒരു കൈത്താങ്ങൽ തരാൻ ആരും കാണത്തില്ല, അതുകൊണ്ട് എന്റെ സഹോദരമായുള്ള വിവാഹം നടത്തി കൊടുക്കണമെന്ന് എന്റെ നാത്തൂന് ആവശ്യപ്പെടുകയും അങ്ങനെ അവരുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എന്റെ സഹോദരി നാത്തൂനായിരിക്കുന്ന ചേച്ചി കൊല്ലം സംഘേഴ്സ്
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് അറ്റാക്ക് കടന്നു വരികയും അങ്ങനെ അമ്മ അവിടെ ICUയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യാനായിട്ട് ഇടയെ തീർന്നു. എന്നാൽ 6 മാസം മുമ്പ് എന്നോട് കർത്താവ് പറഞ്ഞു, അമ്മയ്ക്ക് ഇനി അധികം സമയമില്ലെന്ന് എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിമാരോട് പറയുകയും ചെയ്തു, അമ്മ എന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങൾ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം, അമ്മയ്ക്ക് ഇനി അധികം സമയമില്ല. അങ്ങനെ അമ്മയ്ക്ക് നടന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്ത സമയമായി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ചേച്ചിമാരെല്ലാവരും ഇന്ന് അമ്മയെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയുടെ മരുമക്കളൊക്കെ വളരെയധികം നിർബന്ധിക്കുകയും പൊന്നുപോലെ എൻ്റെ അമ്മയെ നോക്കുവാനായിട്ട് ഇടയായി. ആ സമയത്ത് എൻ്റെ നാത്തൂൻ മാലദ്വീപിൽ നേഴ്സായിട്ട് പോയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സഹോദരിമാർ നോക്കുവാനായിട്ട് എൻ്റെ അമ്മയെ കൊണ്ടുപോയത്. അങ്ങനെ എൻ്റെ അമ്മ അവിടെ ആയിരിക്കുമ്പോൾ ICUയിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹാർട്ട് ഫെയിലാണ്, കിഡ്നി തകരാറാണ്, യൂട്രൈസ് കംപ്ലൈന്റ് ആണ്, ഷുഗർ ഹൈ ആണ്, ഇനി ഈ മാതാവ് ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് 3 ദിവസം മാത്രമേ ഈ മാതാവിന് ഇനി ആയുസുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ മാതാവിനെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ അന്ത്യാഭിലാഷം എന്തെന്ന് വെച്ചാൽ നടത്തി കൊടുക്കുക. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ഒരു വിഷമമായിരുന്നു. മറ്റെല്ലാവരെയും വിവാഹം കഴിഞ്ഞ് ഞാൻ ഇളയ മകൾ മാത്രം നിൽക്കുന്ന, അയ്യോ അമ്മയുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും എന്നൊക്കെ അമ്മയ്ക്ക് വിഷമമുണ്ടായിരുന്നു. ഇത് വീട്ടുകാരിൽ എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്നാൽ ആ വർഷങ്ങളൊക്കെയും ഞാൻ ജോലി ചെയ്ത് അതാത് മാസം എൻ്റെ മാതാവിന് ചെലവിനുള്ളതും ചികിത്സയ്ക്കുള്ളതും എൻ്റെ അമ്മ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിനൊരു കൃപ എൻ്റെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയായി. എൻ്റെ ചേച്ചിമാർ പെട്ടെന്ന് പറഞ്ഞു, നീ കടന്നു വരണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ തൽക്കാൽ ടിക്കറ്റ് എടുത്തു. എനിക്കപ്പോൾ മനസ്സിലായി എന്തോ കലശലായ കാര്യമുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ കടന്നു എന്ന് ഞാൻ വളരെയധികം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടുകാരിയുടെ മമ്മി, ഞാൻ മമ്മി എന്ന് വിളിക്കുന്ന ആ മാതാവ് വന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച്. പക്ഷെ എനിക്ക് കരച്ചിലല്ലാതെ ഒന്നുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു വ്യക്തി അനാഥയായി ലോകത്തില്. എനിക്ക് ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എനിക്ക് ആങ്ങളയുണ്ട്. പക്ഷെ അപ്പനും അമ്മയും ഇല്ലാത്തവർ എപ്പോഴും അനാഥരാ. നീ എന്നെ ഒരു അനാഥയാക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ ജീവനെ നീ ഇപ്പോൾ എടുക്കരുത് എന്ന് പ്രാർത്ഥിപ്പാനിടയായി. അപ്പോൾ പെട്ടെന്ന് ദൈവം എന്നോട് സംസാരിച്ച് സങ്കീർത്തനം 60:28 വാക്യത്തില്, ഞാൻ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുന്ന ദൈവമാകുന്നു. എന്തോ ആ വചനം, ഇങ്ങനെ വചനം പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ആ വചനം ഒരു ജീവനുള്ള വചനമായി എൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുവാനിടയായി. എന്തോ ഒരു വലിയ വിശ്വാസം എനിക്കുണ്ടായി. എൻ്റെ അമ്മ മരിക്കത്തില്ല, എൻ്റെ ദൈവം എൻ്റെ അമ്മയെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വിശ്വാസം ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറി. ഞാൻ ആഹാരം ഒന്നും ഭക്ഷിച്ചില്ല. ഞാൻ അപ്പുറത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ പെട്ടെന്ന് യെശയ്യാവിന്റെ പുസ്തകം 55:10 വാക്യം എന്നോട് ഇടപെടുവാനിടയായി. ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഒരു വചനം ഭൂമിയിലേക്ക് അയച്ചാൽ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ച് അതിന്റെ ഫലവുമായിട്ട് അതെന്റെ അടുക്കൽ മടങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ അങ്ങാണ് എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. നീ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുന്ന ദൈവമാ. അതുകൊണ്ട് എൻ്റെ മാതാവിനെ നീ സൗഖ്യമാക്കും, നീ ജീവൻ കൊടുക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാനിടയായി. ഞാൻ ഭവനത്തിൽ കടന്നു എന്ന് ഞാൻ പെട്ടി താഴെ വെച്ചിട്ട് ഞാൻ അമ്മയുടെ കിടക്കയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ബോധമില്ല. അമ്മ വെള്ളം ഇറക്കത്തില്ല. 3 ദിവസമായി അമ്മയുടെ മരണം കാത്തു കിടക്കുകയാണ്. അമ്മയുടെ അനുയോജ്യമാർ, എൻ്റെ സഹോദരിമാരെല്ലാം ഏത് നിമിഷവും അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരവിടെ ആയിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുക്കൽ കടന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ അമ്മയ്ക്ക് ബോധം വരികയും അമ്മ സംസാരിക്കുവാൻ തുടങ്ങുവാനിടയായി. അതിനുശേഷം 20 ദിവസം എൻ്റെ ലീവ് ഉണ്ടായിരുന്നു. ആ 20 ദിവസത്തിനകം എൻ്റെ അമ്മ ആ രോഗക്കിടക്കയിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ വെള്ളം കൊണ്ടുവെക്കുമ്പോൾ തനിയെ കുളിക്കുകയും ഭക്ഷണം തന്നെ വാരി കഴിക്കുകയും സ്വന്തം കാര്യങ്ങൾ ചെയ്യത്തക്ക വിധത്തിൽ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ മാതാവിന് കൊടുത്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ. നമ്മുടെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടത്തില്ല. അത് സത്യമാ. നമ്മൾ അനാഥപ്പെടുമെന്ന്, അനാഥത്വത്തിലേക്ക് വീഴുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ മാതാവ് സൗഖ്യമായി എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭവനത്തിൽ എൻ്റെ മാതാവിനെ ആക്കിയിട്ട് സൗഖ്യത്തോടെ അവരെ ഭവനത്തിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ മടങ്ങി വരുവാനിടയായി. ദൈവം വിശ്വസ്തനായത് കൊണ്ട് 2000
7 ഞാൻ ഇവിടെ ഐസപ്പാസ്റ്റർ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന IPC ചർച്ച ആയിരുന്നു. അവിടെ ഞങ്ങളുടെ ഈ ഞാനിപ്പോൾ താമസിക്കുന്ന നിഷാദ് കോളനിക്കടുത്ത് ഷാൽമാർ ഗാർഡനിൽ നിന്ന് ഒരു ദൈവദാസനും കുടുംബം, ദൈവദാസന ഒരു വിശ്വാസി കുടുംബവും അവർക്ക് ലക്കി ഡ്രോയിൽ ധാരയ്ക്കകത്ത് ഒരു ഗവൺമെന്റ് ഫ്ലാറ്റ് അലോട്ടായി കിട്ടി. അവരവിടേക്ക് ഷിഫ്റ്റായി കടന്നു വന്ന് അവർ ആ സൺഡേയില് ആരാധനയ്ക്ക് അവിടെ കടന്നു വരുവാനിടയായി. അങ്ങനെ ആരാധന കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ, അന്ന് ഞാൻ ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, കന്യാസ്ത്രീകളുടെ. എന്നോട് പറഞ്ഞു, മക്കളെ ഞങ്ങൾ അതിന്റെ പുറകിലാ താമസിക്കുന്നത്, ഞങ്ങൾ അവിടെ മോളെ ഡ്രോപ്പ് ചെയ്യാൻ സഹോദരി എന്ന് പറഞ്ഞ് തന്റെ പെൺമക്കളോടൊപ്പം ഭാര്യയോടൊപ്പം എന്നെയും അവർ തന്റെ വാഹനത്തിൽ കയറ്റി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യുവാനായിട്ടിടെ. എന്നാൽ ആ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇനി വീട്ടിൽ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാനുണ്ടോ, അല്ലെങ്കിൽ സഹോദരിയെ ഉള്ളോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനേ ഉള്ളൂ. അപ്പൊ വീട്ടിലെ പശ്ചാത്തലങ്ങളൊക്കെ അവർ ചോദിക്കുകയും പാസ്റ്ററോട് അന്വേഷിക്കുകയും ചെയ്ത് അവർ പറഞ്ഞു, ഇവിടെ ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹം ഇങ്ങനെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ തോമസ് സഹോദരൻ എന്റെ ഹസ്ബൻഡായിരിക്കുന്ന MC അജീഷിനെ തന്റെ കൂട്ടുകാരനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ്, ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്, താല്പര്യമാണെങ്കിൽ നമുക്ക് പോയെന്ന് കാണാമെന്ന് പറയാനിടയായി. ആ ചൊവ്വാഴ്ചയിൽ ദൈവദാസന്റെ ഭവനത്തില് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അവര് വയ്ക്കുകയും ഐസപ്പാസ്റ്റർ ഭവനത്തിൽ എന്റെ ഹസ്ബൻഡും കൂട്ടുകാരനായ സഹോദരൻ കടന്നു വന്നു. അവര് കടന്നു വന്ന് കണ്ടിട്ട് തിരികെ പോന്നു. എന്റെ പാസ്റ്റർ ഇവർക്ക് താല്പര്യം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തില് എന്റെ മൂത്ത ജ്യേഷ്ഠനെ വിളിക്കുകയും സംസാരിക്കുകയും പാസ്റ്റർ കാര്യങ്ങള് സംസാരിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ചയില് എന്റെ ഹസ്ബൻഡിന്റെ മാതാവ് ഡൽഹിയിൽ തന്നെയുണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ആ മാതാവ് അവരുമായിട്ട് വീണ്ടും എന്നെ ഈ തോമസ് ബ്രദറിന്റെ വീട്ടിൽ കാണാൻ വരികയും അന്ന് അതിനുശേഷം അവര് അമ്മ നാട്ടിൽ കടന്നുപോയി. എന്റെ ഹസ്ബൻഡിന് ചേട്ടനാണ് ഉള്ളത്. ആ ചേട്ടൻ ചെന്നൈയിൽ വൈവാമിന്റെ ലെപ്രസി മിഷന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെയും കൂട്ടി എന്റെ ഭവനത്തിൽ കടന്നുപോയി. കാര്യങ്ങളൊക്കെ പറയുവാനും ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ ഒരു വ്യക്തി വരുവാണെങ്കിൽ നിന്റെ വിവാഹം നടത്തി തരാമെന്ന വെല്ലുവിളിയായിട്ട് എന്റെ ചേട്ടന്മാർ പറഞ്ഞ സ്ഥാനത്ത് എന്റെ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. അങ്ങനെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വിവാഹാലോചന കടന്നു വരുന്നു. ആ വിവാഹം അവര് സംസാരിച്ചു. ഒക്ടോബർ 3-ാം തീയതി അവരെ എന്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിൽ കടന്നു വരികയും ഒക്ടോബർ 18-ന് 2007 വിവാഹം അവര് ഉറപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അപ്പോൾ അവർക്ക് അറിയത്തില്ല, പാസ്റ്റർ ആണെന്ന് അറിയത്തില്ല, ഡൽഹിയിലാണ് എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എനിക്കേ അറിയുള്ളൂ പാസ്റ്റർ ആണെന്ന്. എന്റെ സഹോദരിമാരോട് ഞാൻ പറഞ്ഞു ദൈവദാസനാണെന്ന്. അങ്ങനെ ആ വിവാഹം ദൈവത്തിന്റെ കൃപയാൽ, അന്ന് ഞങ്ങൾ ഡാഡി എന്ന് വിളിക്കും, പാപ്പച്ചെന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് ചർച്ചംകൂടില് എന്റെ മാതൃസഭ. ആ ദൈവദാസൻ പല ആലോചനകൾ കൊണ്ടുവന്നിരുന്നു, എന്നാൽ അതൊന്നും നടന്നില്ല. വളരെയധികം എന്നെ സ്നേഹിക്കുന്ന മക്കളില്ല ദൈവദാസന്. ഞങ്ങൾ ഡാഡി മമ്മിയും എന്നാണ് അവരെ വിളിക്കുന്നത്. ഇന്നും 83 വയസ്സോളം ആ ആത്മീയ പിതാവിനുണ്ട്. എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അപ്പൊ അദ്ദേഹം അതിന് ചുക്കാൻ പിടിക്കുകയും അവിടെ ഞങ്ങളുടെ സഭയില് ശുശ്രൂഷനായിരുന്ന ആന്റണി എന്ന പാസ്റ്റർ നേതൃത്വത്തിൽ ഈ എന്റെ ചേട്ടന്മാർ യേശു എന്തെന്നറിയത്തില്ല, ഒരു ക്രിസ്ത്യ വിവാഹം എന്തെന്നറിയത്തില്ല, അവരുമായിട്ട് സഹകരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഒരു പെന്തക്കോസ്ത് വിവാഹം, നല്ലൊരു ക്രിസ്തീയ വിവാഹം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ 20 വർഷത്തോളം എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നു. ക്രമേണ എന്റെ വിവാഹത്തിന് ശേഷം എന്റെ സഹോദരങ്ങൾ ഞങ്ങൾ സഹകരിക്കും. ആരും എനിക്ക് എതിർപ്പല്ലായിരുന്നു. എന്റെ ചേട്ടന്മാർക്ക് ഇന്നും ഞാൻ നല്ലൊരു അനിയത്തിയാണ്. ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഇപ്പോഴും എന്നോട്. അങ്ങനെ അവരെ ഓരോരുത്തരെയും ദൈവം വിടിവിക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ എന്റെ 4 സഹോദരിമാരും ഇന്ന് രക്ഷിക്കപ്പെട്ട് അവര് കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് അവര് കൊട്ടാരക്കരയിൽ ഒരു ചർച്ചില് ആരാധനയ്ക്ക് കടന്നു പോകുന്നു. എന്റെ മൂത്ത ചേട്ടൻ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആ ചേട്ടൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവര് കുടുംബമായി 2 പെൺകുഞ്ഞുങ്ങളും ദൈവസന്നിധിയില് കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. എന്റെ 2ാമത്തെ ചേട്ടന് ഈ 2 മാസത്തിന് മുമ്പ് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് 10 ദിവസത്തിന് ഉള്ളിൽ, അതായത് ഏപ്രിൽ 4-ാം തീയതി അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെയും ദൈവം രക്ഷിക്കപ്പെടുത്തി. 2 മാസ കാലയളവിൽ ആരാധനയ്ക്ക് കടന്നുപോയി സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അസ്വസ്ഥ കടന്നു വരികയും തളർന്നു പോവുകയും കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ബയോപ്സിക്ക് തീരുമാനിച്ച ദിവസം ബയോപ്സി ചെയ്യുന്നതിന് മുമ്പ്
ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ കൊമ്പും കുളമ്പും ശേഷിക്കാതെ ദൈവം നമ്മുടെ കുടുംബത്തിലുള്ളവരെ വിടിവിക്കും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ സഹോദരങ്ങളൊക്കെയും രക്ഷിക്കപ്പെടുവാനും അവരൊക്കെയും ഈ ക്രിസ്തുവിന്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയില് ഞങ്ങള് AGയുടെ ബന്ധത്തിൽ ഞങ്ങൾ ജോലിയിൽ കടന്നു വന്ന വളരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ എയർലൈൻസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വിവാഹം നടന്നത്. എന്നാൽ ആ വിവാഹത്തിന് ശേഷം മുത്തൂറ്റ് ബാങ്കിൽ എനിക്ക് ഒരു ഇന്റർവ്യൂ പാസ്സായി 5 ദിവസത്തെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 3 വർഷത്തെ ബോണ്ടൊക്കെ അവിടെ ചെയ്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഇന്റർവ്യൂ സമയത്തിൽ അവരെന്നോട് ചോദിച്ചില്ല, ഞാൻ ഒട്ട് പറഞ്ഞതുമില്ല. എന്നാൽ ആ ട്രെയിനിങ് സമയം എനിക്ക് തലകറക്കം വന്നിട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടായപ്പോൾ അവരെന്നെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ പ്രഗ്നന്റ്, അതിന്റെ അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു പ്രൊഫഷൻ പീരീഡ് 1 ഇയർ, അതുകൊണ്ട് നിനക്ക് ലീവ് കിട്ടില്ല, അതുകൊണ്ട് നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് എന്റെ ജോലി നഷ്ടമായി. ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേല വളരെ ബുദ്ധിമുട്ടാണ്. ദേവദാസൻ ഗുജറാത്തിലായതുകൊണ്ട് നന്നായിട്ട് അറിയുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സമയത്തില് വളരെ പട്ടിണിയും ജോലിക്ക് കടന്നു പോകാൻ വയ്യാത്ത വലിയൊരു അവസ്ഥയില് ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ ലഭിക്കാതെ ഒക്കെ ചെറിയൊരു സഭ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷയെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നാൽ അതിനുശേഷം ദൈവം ഒരു മോളുടെ ജനറലൈസേഷൻ 2 മാസത്തിനകം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ഹോസ്പിറ്റല് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ലഭിക്കാനിടയായി. ഞങ്ങൾ അവിടേക്ക്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിനടുത്ത് തന്നെ ഒരു പതോളജിസ്റ്റ് ഡോക്ടറിനെ പരിചയപ്പെടുകയും അവിടേക്ക് എനിക്ക് ജോലിക്ക് വേണ്ടി അദ്ദേഹം വിളിക്കുവാനിടയായി. അങ്ങനെ 6 മാസം ഞാൻ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ മാനേജറാക്കി ആ ഡോക്ടർ, അവിടുത്തെ ഉടമസ്ഥൻ എന്നെ മാറ്റിയെങ്കിലും വീടിനടുത്ത് എനിക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ അവിടേക്ക് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം വാടക വീടുകൾ ഏകദേശം 15ഓളം മാറി താമസിച്ചു. ഒത്തിരി ഭാരങ്ങള്, പ്രയാസങ്ങൾ അനുഭവിച്ചു. കിട്ടുന്ന പൈസ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനോ ഇല്ലാതെ സുവിശേഷ വേല ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ദൈവദാസനും കുടുംബവും എന്തൊക്കെ ത്യാഗം സഹിക്കണമോ അതെല്ലാം സഹിക്കുവാൻ ഇടയായി തീർന്നു. 2ാമത്തെ മകന്റെ സമയത്തും പലപ്പോഴും മുളകിന്റെയും ചോറിന്റെയും മുമ്പിൽ ചെന്നിരുന്ന കണ്ണീരോടെ കർത്താവിന്റെ സഹോദരങ്ങൾ തിന്ന് ശേഷിപ്പിക്കുന്ന ആഹാരം മതിയായിരുന്നല്ലോ എനിക്ക് ഈ സമയത്ത്, അതുപോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം സമൃദ്ധിയായി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ആ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടൈഫോയിഡ് പിടികൂടാൻ ഇടയായി തീർന്നു 2012 ഒക്ടോബറിൽ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്റെ ശരീരത്തിന്റെ അസ്വസ്ഥ കൊണ്ട് ഞാൻ ഒരു ആരാധനയും മുടക്കില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ ഹിന്ദി ആരാധനയും മലയാളത്തിലും ഒക്കെ ആകുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. ഞാൻ ദൈവത്തോട്, കർത്താവെ നീ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഹിന്ദിയിൽ പ്രാർത്ഥിക്കണം, എനിക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കണം, എനിക്ക് ഹിന്ദിയിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ നീ പഠിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എന്റെ അകത്ത് ഹിന്ദി ബൈബിൾ വായിക്കാൻ ഒരു ദാഹം തരികയും ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും കർത്താവ് കൃപയാൽ പ്രാർത്ഥിക്കുവാനും ഹിന്ദിയിൽ പ്രസംഗിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ഒക്കെ കർത്താവ് വർഷങ്ങൾക്കകത്ത് തന്നെ പഠിപ്പിക്കുവാനിടയായി. ആമേൻ. ആര് ആഗ്രഹിക്കുന്നുവോ ദൈവം അവരെ തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ആരാധന ഹിന്ദി ആരാധനയായി മാറുകയും നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അനേക കുടുംബങ്ങളെ, മലയാളികൾ തന്നെയും താളടിയായി ദൈവമില്ലാതെ ജീവിച്ച് വെറും കുപ്പത്തൊട്ടിൽ കിടന്നവരുടെ അടുക്കൽ കടന്നു പോകുവാനും കുടുംബമായി കടന്നുപോയി കുടുംബ വഴക്കുകളൊക്കെ ഇല്ലാതാക്കി അവരുടെ യഥാസ്ഥാനപ്പെടുത്തി അവരുടെ ആത്മാക്കളെ നേടുവാനും അവരൊക്കെ ഇന്ന് നല്ല നിലയിൽ ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിലൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊറോണ സമയത്ത് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഭവനത്തിലിരിക്കുമ്പോൾ 2012 എനിക്ക് ഡെങ്കുവും പിടിവിട്ടപ്പോൾ 15 ദിവസം തുടർച്ചയായി ലീവ് എടുക്കേണ്ടി വന്നു. ലീവ് എടുത്തിട്ട് ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ ലാബിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായി വർക്ക് ചെയ്യുമ്പോൾ ആ ഡോക്ടർ വളരെ റെസ്പെക്റ്റോടാണ് എന്നെ വിളിക്കുന്നത്. രാധാജി എന്നാണ് അവരെന്നെ വിളിക്കുന്നത്. ഇന്നും അവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് വളരെ പ്രയാസം തോന്നി. അന്ന് ആ ദീപാവലി സമയത്ത് എല്ലാവർക്കും 3000 രൂപ ബോണസ് കൊടുത്തപ്പോൾ ഞാൻ ലീവ് എടുത്തതിന്റെ പേരില് അവർക്ക് എന്റെ ബോണസ് 1500 രൂപ തരികയും അവര്
എനിക്ക് ശമ്പളം ആ 15 ദിവസം തരുവാനായിട്ട് ഇടയായി തീർന്നില്ല. വീട്ടിന്റെ വാടക കൊടുക്കണം, വലിയ ബുദ്ധിമുട്ടില്. മോളെ സ്കൂളിൽ ചേർക്കേണ്ടുന്ന സമയം, മോളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ വളരെയധികം ഭാരപ്പെട്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് കയറാമെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ ചെന്നെങ്കിലും എന്തോ എന്റെ മനസ്സിൽ അവരെന്നോട് ഇടപെട്ട് ആ ഒരു രീതി വലിയ ഭാരമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, മേഡം എനിക്ക് ഒരാഴ്ച കൂടെ, അടുത്ത തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്യാം, എന്റെ ശരീരത്തിന് ഇപ്പോഴും വല്ലാത്ത ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരികെ വരുവാനിടയായി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, വളരെ ചൂഷണം ചെയ്യത്തുള്ളൂ നമ്മളെ. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെയും വിശ്വസ്തയോടെയാണ് 3.25 വർഷം അവിടെ സേവിച്ചത്. അവരുടെ എല്ലാ അഡ്മിനിസ്ട്രേഷനതും റൂമിൻ്റെതായ താക്കോലുകളും അലമാരയുടെ താക്കോലുകളും എല്ലാം ഞാനാണ് എന്റെ കയ്യിലാണ് വച്ചിരിക്കുന്നത്. ഞാൻ കണക്കുകൾ കൂട്ടി പൈസ കൊണ്ട് കൊടുത്താൽ ഇത്രയും ഉണ്ടോ എന്ന് ചോദിക്കുകയല്ലാതെ അതൊന്ന് എണ്ണി നോക്കുകയോ തിട്ടപ്പെടുത്തുകയോ, പലപ്പോഴും 2 പ്രാവശ്യം എന്റെ ഡ്രോ കള്ളത്താക്കോലിട്ട് തുറന്ന എന്റെ സഹപ്രവർത്തകൻ ഹിന്ദിക്കാരനായ ലാബ് ടെക്നീഷ്യൻ പൈസ കട്ടെടുത്തിട്ടും അത് നീ തരണ്ട, നീ ഒരിക്കലും അത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അത്രയും വിശ്വസതയോടെ ഞാൻ അവിടെ ജോലി ചെയ്ത ഒരു സഹോദരിയായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഭാരം ആ ദീപാവലി ടൈം ബോണസിന്റെ സമയത്ത് ആ സാലറി തരാഞ്ഞതും ബോണസ് വെട്ടിച്ചുരുക്കിയതും എന്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ ഭാരമുണ്ടായി. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് ഞാനും എൻ്റെ അമ്മ, ഹസ്ബൻഡിന്റെ അമ്മയും ഒരു പാസ്റ്ററിന്റെ മലയാളിയായ സഹോദരി ആ സമയത്ത് വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ അടുക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നു. സിസ്റ്റർ ഷൈനിമ, ഞങ്ങൾ 3 ഞങ്ങളുടെ ആ വാടക വീട്ടില് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമാണ്. ദൈവമേ, ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും, മുൻപോട്ട് എങ്ങനെ ജീവിതം പോകും? കർത്താവിന്റെ വേലയിലാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ അമ്മയ്ക്കോ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സഹോദരിക്കോ എന്റെ ഹൃദയത്തിന്റെ ആത്മദുഃഖം അറിയത്തില്ല. കാരണം ഞാൻ അവരോട് പങ്കുവെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്യഭാഷ ഞങ്ങൾ 3 പേരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് എന്നോട് എന്റെ അകത്തന്റെ ദൈവാത്മാവ് സംസാരിച്ച, മകളെ, ഞാൻ കൂട്ടുന്ന ദൈവമാ, ഞാൻ കുറയ്ക്കുന്ന ദൈവമല്ല. ആമേൻ. ഞാനത് വിശ്വസിച്ചപ്പാ, ഞാൻ വിശ്വസിക്കുന്ന, ഇങ്ങനെ സംസാരിച്ച, ഞാൻ മൈനസ് ചെയ്യുന്ന ദൈവമല്ല, ഞാൻ പ്ലസ് ചെയ്യുന്ന ദൈവമാ. അന്ന് വൈകിട്ട് എനിക്കൊരു കോള് വന്ന്, എന്നൊരു ബന്ധു സഹോദരി വർക്ക് ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയതിന്റെ പേരിൽ 6 മാസത്തിന് മുമ്പ് എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ പഴയ കമ്പനിയില് ജോലി അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും ദൂരത്ത് ആ സഹോദരിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥർ, അതിന്റെ മുതലാളിമാർ എന്നെ അവിടെ വെക്കുവാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ആ 6 മാസം ആ കസേര എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോഴേയും കർത്താവ് അവിടെ വേക്കന്റ് ആക്കിയിട്ടു. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച എനിക്ക് കോള് വന്നു, നാളത്തെ ദിവസം ഒരു ഇന്റർവ്യൂവിന് അവിടേക്ക് കടന്നു പോകാമോ എന്ന് ചോദിച്ചു. അവർക്ക് മറ്റൊരു സ്റ്റാഫിനെ ഇതുവരെയും കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, രാധയെ പറഞ്ഞു വിടാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് അന്ന് നാട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ വളരെ ഭാരത്തോടെ, എനിക്ക് യാത്ര ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് വഴി അറിയത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ശക്തി തന്നു. ഞാൻ ചോദിച്ചും പറഞ്ഞും 2 മെട്രോ കയറി റിക്ഷ പിടിച്ചു. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ കടന്നിരുന്നു. എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കേണലായിരുന്നു. നാട്ടിൽ 3 വർഷത്തോളം പഠിക്കുകയും താമസിക്കുകയും ചെയ്ത ഒരു മുതലാളിയായിരുന്നു ആ പാർട്ട്നേഴ്സിൽ ഒരാള്. അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ട് എന്നോട് മറ്റൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു, എത്ര സാലറിയാ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിൽ എനിക്ക് 6000 രൂപയും 2 മണിക്കൂർ ഓവർ ടൈം ചെയ്താൽ 2000 രൂപയും, ഒരു അൾട്രാസൗണ്ട് ഡോക്ടർ അവിടെ കടന്നു വരുമ്പോൾ ഞാൻ അവിടെ പറിച്ച് കട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹം 1000 രൂപയും തരും. അപ്പൊ എന്റെ ഒഫീഷ്യൽ സാലറി 6000 രൂപയാ. പെട്ടെന്ന് എന്റെ അകത്ത് എനിക്ക് ഓർമ്മ വന്ന്, കർത്താവ് എന്നോട് പറഞ്ഞല്ലോ, ഞാൻ മൈനസ് അല്ല ചെയ്ത്, ഞാൻ പ്ലസ് ചെയ്യുന്ന ദൈവമാ. ഞാൻ പറഞ്ഞു, എനിക്ക് 12000 രൂപ സാലറി വേണമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പറഞ്ഞു, എന്ന് മുതൽ ജോയിൻ ചെയ്യും, താല്പര്യമെങ്കിൽ നാളെ തൊട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്യുകയാണ്, അതുകൊണ്ട് എനിക്ക് 15 ദിവസത്തെ സമയം തരണം, എനിക്ക് അവിടുത്തെ എന്റെ പെൻഡിങ് വർക്കുകൾ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുവാനിടയായി. കാരണം ഞാൻ ഈ 15 ദിവസം ഇവിടെ ജോലി ചെയ്താൽ എനിക്ക് ഇവിടുത്തെ 1 മാസത്തെ സാലറി കിട്ടും. പക്ഷേ ദൈവം എന്നോട് എന്നെ പഠിപ്പിച്ചത്, നമ്മൾ എവിടെയായിരുന്നാലും അന്നേരത്തെ നേട്ടത്തിനല്ല, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് ഞാൻ 15 ദിവസത്തിന് ശേഷം അവിടേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ ലാബിൽ കടന്നു വരികയും എൻ്റെ പെൻഡിങ് വർക്കുകൾ ചെയ്ത് മേഡത്തിന് 15 ദിവസം മുമ്പേ നോട്ടീസ് പീരീഡ് കൊടുത്ത് ഒരാളെ അവിടെ വെക്കുവാനും അവരെ ജോലി പഠിപ്പിക്കുവാനും എൻ്റെ ഡോക്യുമെന്റ് വർക്കുകളൊക്കെ ചെയ്ത് അവർക്കത് കൈമാറുവാനും ഇടയായി തീർന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആ ജോലി വിട്ടിട്ട് പോകുമെന്ന്. എന്നാൽ 2012 ഡിസംബർ 5 ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ജോലി സ്ഥാപനത്തിൽ
ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് മെയിൽ അയക്കാൻ അറിയത്തില്ല, കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എനിക്ക് അറിയത്തില്ല, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, ഹിന്ദിയിലും നല്ല രീതിയിലൊന്നും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തില് 3 മാസം ഞാൻ അവിടെ ആയിരുന്നു. ഒരു പാർട്ട്ണറിന്റെ വൈഫ് അവിടെ കടന്നു വരുന്ന എല്ലാ ദിവസവും വരും. പുള്ളിക്കാരി MSc കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. പുള്ളിക്കാരിക്ക് വളരെ സ്പീഡുമാ, ഇംഗ്ലീഷ് ഫ്ലുവന്റാ. അപ്പം ഒരു സെക്കൻഡ് കൊണ്ട് 10 ജോലി പറയും. ഞാൻ ഇരുന്ന് കരയും. പക്ഷെ അപ്പോഴെല്ലാം കർത്താവ് എന്നോട് പറയും, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളാ. അങ്ങനെ ഞാൻ ആ വചനത്തിൽ ആശ്രയിക്കുകയും 3 മാസത്തിനുള്ളില് ഞാൻ അവിടെ ആ ഓഫീസിലെ ഇൻചാർജ് ആകത്തൊക്കെ വേണം കർത്താവ് എന്നെ ഉയർത്തി. അതുപോലെ ഞാൻ ഡിസംബർ 5 അവിടെ ജോയിൻ ചെയ്ത് ആ 5 ദിവസം ശമ്പളം അവർ കട്ട് ചെയ്യാതെ എനിക്ക് കംപ്ലീറ്റ് 12,000 രൂപ സാലറിയും ആ മാസം തന്നു തുടങ്ങി. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞാൻ എവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ഭാര്യ ആ സാറിനോട് എന്ന് പറഞ്ഞു, ഈ മേഡത്തിനെ പറഞ്ഞു വിടരുത്, ആരും അറിയണ്ട, ഒരു 1,500 രൂപയുടെ അവർക്ക് കൂട്ടിക്കൊടുക്ക്, ക്യാഷിൽ കൊടുത്താൽ മതി, അപ്പോൾ മറ്റു സ്റ്റാഫ് അറിയത്തില്ല, ആർക്കും വിരോധവും വരത്തില്ലെന്ന് പറഞ്ഞ് എന്റെ സാലറി 13,500 രൂപയാക്കാനിടയായി. എല്ലാ വർഷവും ഏപ്രിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻക്രിമെന്റ് തരും. ഞാൻ ഡിസംബർ 5 കയറിയത്. എന്നാൽ അന്ന് 3 മാസം കഴിയുമ്പോൾ 4 മാസം കഴിഞ്ഞപ്പോൾ ഏപ്രിലായി. പക്ഷേ എല്ലാവർക്കും 1,500 രൂപ കൂട്ടിയപ്പോൾ അവിടുത്തെ ആ മുതലാളിമാർ എനിക്കും അന്നും 1,500 രൂപ കൂട്ടി. അങ്ങനെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാനും എന്റെ മകന്റെ വിദ്യാഭ്യാസ സമയത്ത് ഞാൻ അവിടുന്ന് അഡ്വാൻസ് കൊണ്ടുവന്ന് ഒരു നല്ലൊരു പ്രൈമറി ഒരു LKG സ്കൂളിൽ അവൻ അഡ്മിഷൻ എടുക്കുവാനിടയായി. കാരണം വിദ്യാഭ്യാസത്തിന്റെ വില അറിയാവുന്ന ഒരു വ്യക്തിയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് വലിയ ഭാരമായിരുന്നു. കാരണം സുവിശേഷ വേല ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പുലർത്തുവാൻ കഴിയത്തില്ല. അപ്പൊ എങ്ങനെയല്ലേ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അന്ന് മുതൽ 15 വർഷം ആ കമ്പനി ഞാൻ ജോലി ചെയ്യുന്നു. കൊറോണയുടെ സമയത്ത് കർത്താവിന്റെ ശുശ്രൂഷ എന്നെ ദൈവം വീട്ടിലിരുത്തി പഠിപ്പിച്ചു. സ്തോത്രം, ആമേൻ. ഒരു സഹോദരി എനിക്ക് മുന്നേ സാക്ഷ്യം പങ്കുവെച്ച ലിസിമോൾ എന്നെ ഒരു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ഇടപെട്ട് ചോദിച്ചു, നീ എന്റെ ഭാഷയിൽ എന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ടിരുന്ന് പ്രാർത്ഥിക്കാമോന്ന്. എന്തോ പറയുവാണ്. സിസ്റ്റർ, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചില്ല ചേച്ചി, ഞാൻ പെട്ടെന്ന് എനിക്ക് ചേച്ചിയുടെ മുഖം തെളിഞ്ഞു വന്നു, ഞാൻ ചേച്ചിയെ വിളിക്കുക, ചേച്ചിക്ക് പറ്റുമോ എന്നോടൊത്ത് രാത്രിയിൽ ഒരു 10 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തയ്യാറാ. കാരണം എന്റെ അകത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇറങ്ങി പ്രവർത്തിക്കണമല്ലോ, ആത്മാക്കളെ നേടണം എന്നുള്ളതായ വലിയൊരു ദാഹം എന്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ രാത്രിയിലെ പ്രാർത്ഥന തുടങ്ങി. പിന്നീട് ആ കൊറോണ സമയങ്ങളിൽ വീട്ടിലിരുന്ന നാട്ടിലുള്ള പലര്, UP-യിലുള്ളവര്, പഞ്ചാബിലുള്ളവര്, എന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഡൽഹിയിലുള്ള പല സഹോദരിമാരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ഞങ്ങൾ അതിലൂടെ പുതിയ നിയമം കംപ്ലീറ്റ് പ്രബോധനം വായിച്ച് പ്രബോധിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി ദേശത്തിന് വേണ്ടി. ആ അർദ്ധരാത്രി പ്രാർത്ഥന പിന്നീട് 10 മുതൽ 12 വരെയുള്ള പ്രാർത്ഥനകളായി. പലരും ആ പ്രാർത്ഥനയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവർ, ബന്ധനത്തിൽ കിടന്നവർ വിടുവിക്കപ്പെടാൻ തുടങ്ങി. അവരുടെ ഒക്കെ ശുശ്രൂഷയിൽ വളരാൻ തുടങ്ങി, സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി, വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വചനം എങ്ങനെ വായിക്കണമെന്ന് കർത്താവ് ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അതുവരെയും ഒരു ദൈവദാസന്റെ ഭാര്യയായിരുന്നു, വിശ്വാസിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് വചനം വായിക്കണം, വചനം എങ്ങനെ ഒരു വ്യക്തിയിൽ സംസാരിക്കും, ആത്മാവ് എങ്ങനെ ഇടപെടുമെന്ന് ആ ഒരു സമയത്ത് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച് ദൈവം അന്ന് ഞങ്ങളോട് പറഞ്ഞു, 3.5 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പുറത്തെടുക്കും. അങ്ങനെ ആ 3.5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളില്, കുഷ്ഠരോഗി ആശ്രമങ്ങളില്, തെരുവുകളില് ഞങ്ങൾ ഞായറാഴ്ച ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ 3-4 സഹോദരിമാർ ഒരുമിച്ച് കൂടി ആദ്യമൊക്കെ പ്രാർത്ഥിക്കും. പിന്നീട് കർത്താവ് പറഞ്ഞ് സമയമാകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ പുറത്തിറങ്ങണം. ഞങ്ങൾ ട്രാക്റ്റുകൾ, ഈ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ട്രാക്റ്റുകളുമായി കടന്നുപോയി അനേകായിരങ്ങൾക്ക് ട്രാക്റ്റുകൾ കൊടുക്കും. കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ കടന്നു എന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തിട്ട് അവരുടെ കുഞ്ഞു മുറിയിലെ കുഷ്ഠരോഗികളെ കൂട്ടിവരുത്തി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ ഡിസംബറില് ഇത്രയും പ്രതികൂല നോർത്ത് ഇന്ത്യ ഉള്ള സമയത്ത് ഞങ്ങളൊരു സ്പീക്കർ ചെറുത് വാങ്ങി ആയിരക്കണക്കിന് ട്രാക്റ്റുകളുമായി ഞങ്ങൾ 3 സഹോദരിമാർ റോഡുകളുടെ കവലകളിൽ കടന്നു നിന്ന് ഹിന്ദിയിലെ പാട്ടുകൾ പാടുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാനായിട്ടിടയായി തീർന്ന
പ്രാർത്ഥനയിൽ കയറിയപ്പോൾ മുതലാണ് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം വരുത്താൻ തുടങ്ങി. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും സമാധാനമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് ആദ്യം എന്നെ ഒരു പ്രസംഗം പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സമാധാനത്തെ കുറിച്ച് കർത്താവ് എന്നെ പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞു, മകളെ, നിന്റെ സമാധാനം നിന്റെ വീട്ടിനകത്തിരിക്കുന്നവരോ നിന്റെ സഭയിലുള്ളവരോ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവരുടെ കയ്യിലോ അല്ല ഇരിക്കുന്നത്. നിന്റെ സമാധാനം എൻ്റെ കരത്തിലായിരിക്കുന്നത്. കാരണം ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നെന്നാ പറഞ്ഞേ, അല്ല വേറൊരാൾ സമാധാനം തരുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം യഥാർത്ഥത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ മാത്രമേ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടൂ. അങ്ങനെ സമാധാനം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ സമാധാനത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷയെ ദൈവം വളർത്തി. എൻ്റെ ഹസ്ബൻഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഡൽഹി ഡിസ്ട്രിക്റ്റിന്റെ ഈസ്റ്റ് ഡൽഹി സെക്ഷനില് 17 ചർച്ചുകളിലെ പ്രൊസ്പിറ്ററായി സേവനം അനുഷ്ഠിക്കുന്നു. പല പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിലും അദ്ദേഹം പല കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നു. അദ്ദേഹത്തിന് വിളിച്ചിരിക്കുന്ന ഒരു വിളി, ദൈവദാസന്മാരെ, പട്ടിണി കിടക്കുന്ന അനേക ദൈവമക്കൾ, പ്രത്യേകിച്ച് ഭയങ്കര വെല്ലുവിളികളാണ്. മലയാളികളായ ദൈവദാസന്മാർ ഈ ദേശത്ത് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തില് ദാരിദ്ര്യം കടഭാരത്താലും ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവർക്ക് ഒരു പ്രാവശ്യം നാട്ടിൽ പോകാൻ ഒരു ടിക്കറ്റ്, പലപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആ ലോണ് അടയ്ക്കുവാൻ ഞങ്ങളെ കൊണ്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. പലർക്കും റേഷൻ ഇല്ലാത്തപ്പോൾ കടകളിൽ നിന്ന് റേഷൻ വാങ്ങിക്കൊണ്ട് കൊടുത്ത് പട്ടിണികൾ മാറ്റുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയിലെ നോർത്ത് ഇന്ത്യയിൽ ഒരു ദൈവദാസൻ മിസ്സിംഗ് ആയി. ഞങ്ങൾ 3 രാവും പകലും അവരുടെ ഭവനത്തിൽ കടന്നു ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഞങ്ങൾ അന്വേഷിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരിയിലൂടെ വെന്റിലേറ്ററിൽ കിടക്കുന്നതായിട്ട് അറിവ് കിട്ടി. പിറ്റേ ദിവസം ആ സഹോദരൻ 34 വയസ്സുള്ള അജം കിട്ടുകാൻ ഒരു ദൈവദാസൻ ദൈവസന്നി ചേർക്കപ്പെട്ടു. വളരെ പാവപ്പെട്ടവർ, ഒറീസക്കാരിയായ സഹോദരി, 2 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ. ഇങ്ങനെ ഈ ദൈവദാസന്മാരെ നിലനിർത്തുക, നോർത്ത് ഇന്ത്യൻ മിഷനുമാരെ വളർത്തുക, അനേക സഹോദരിമാരെ വളർത്തുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വിളി തന്നിട്ടുണ്ട്. ദൈവകൃപയാല് ഞങ്ങളുടെ ഈസ്റ്റ് ഡൽഹി സെഷന്റെ WMCയുടെ പ്രസിഡന്റായിട്ട് 4 വർഷമായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഹിന്ദിക്കാരായ സഹോദരിമാരെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കഷ്ടതയിൽ അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനും ദൈവം എന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജോലിയുടെ ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ തന്നെ ഞായറാഴ്ച മുഴുവനും വിശ്രമമില്ലാതെ വയലുകളിൽ കടന്നു പോകുകയും അതിനുശേഷം ഡ്യൂട്ടിക്ക് കടന്നു വന്ന രാത്രികളായാലും പലപ്പോഴും 11-12 മണി സമയത്തൊക്കെയാണ് ഞങ്ങൾ ഭവനത്തിൽ കടന്നു വരുന്നത്. സുവിശേഷ വേലയ്ക്ക് ഭർത്താവിനോടൊപ്പം കടന്നു പോകുവാൻ കർത്താവ് എന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഭവനത്തിലുള്ളവരോട് ശക്തമായി വചനം പഠിപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന ദൈവദാസന് ഡാനിയൽ ജോൺ അവர்களോടും കുടുംബത്തോടും, പ്രത്യേകിച്ച് അരോമ TV അണിയറയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുടെ അവരുടെ കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ സാക്ഷ്യം ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം ഉപകരിക്കട്ടെ. കാരണം എന്നെ യേശുവിനെ അറിയുവാൻ ഇടയാക്കിയത് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്നുള്ള ഒരേ ഒരു വചനമാണ്. അപ്പോസ്തലപ്രവൃത്തി 17:24. ആ ഒറ്റ വചനമാണ് ഏകസത്യ ദൈവം യേശു മാത്രമാണെന്ന് അറിഞ്ഞ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കരം പിടിച്ച് നടക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചത്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം, പ്രത്യേകിച്ച് അരോമ TV പ്രേക്ഷകരോട് ഒരുമിച്ച്, കർത്തൃദാസനോട് ഒരുമിച്ച് കർത്താവിന്റെ സന്നി കടന്നു വന്ന് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന സാക്ഷ്യത്തെ പങ്കുവെക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവഭൃത്തിനെയും കുടുംബത്തെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദൈവദാസന് കൊടുത്ത ഈ ദർശനത്തിന് അനേകരുടെ സാക്ഷ്യം കർത്താവെ, തിരശ്ശീലകൾക്ക് ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അനേകരുടെ സാക്ഷ്യം ലോകത്തെ അറിയിച്ച് അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഭൃത്യന് ദൈവം കൊടുത്ത ഈ നല്ല ദർശനത്തിനായി നന്ദി. തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയെയും താനായിരിക്കുന്ന സ്റ്റേറ്റിനെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വിശേഷാൽ കർത്താവെ, അരോമ TVയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായി കർത്താവെ, വിശ്വാസികളും അവിശ്വാസികളുമായുള്ളവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ സത്യദൈവത്തെ മുറുകെ പിടിച്ച് പ്രതിദിനം ദൈവത്തിൽ വളരുവാൻ
എത്തപ്പെടുവാൻ, കർത്താവിന്റെ ശിക്ഷ പദവിയിലേക്ക് എത്തപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കേണ്ടതിന് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. ഞങ്ങൾ കേവലം ഒരു വിശ്വാസിയായിരിക്കുവാനല്ല, ദൈവം വിളിച്ച ഏതു ജനവും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കേണ്ടവരാകിയാൽ ഈ ദിവസങ്ങളില് സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു തൽപരത എല്ലാ ജീവിതങ്ങൾക്കും കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നു കൊടുത്ത് ദൈവത്തോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവിശ്വാസികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ സാക്ഷ്യം ആരുടെയെങ്കിലും ചെവികൾ എത്തപ്പെടുമ്പോൾ ദൈവമേ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഈ സാക്ഷ്യം അവരുടെ ജീവിതങ്ങളിൽ ആത്മാവിൽ ഇടപെടുവാൻ കർത്താവ് സഹായിക്കണം. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത്ഭുത സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് വിടുവിക്കണം. കർത്താവെ, കരം അവിടുന്ന് നീട്ടണം. ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരിക്കുന്നവരെ എന്റെ കർത്താവ് അവിടുന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com